അല്ലാഹു തആല നമ്മൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി പടച്ചവൻ നമുക്ക് തന്നത്, വിശിഷ്യ മാനവ സമൂഹത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ വേർതിരിച്ച് പടച്ചവൻ നമുക്ക് തൗഫീഖ് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ തൗഫീഖ്, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കേൾക്കുമ്പോൾ അവനെ ആരാധിക്കാനുള്ള മനസ്സ്, അവന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള മനസ്സ്, അവന് വേണ്ടി നെറ്റിത്തടം സമർപ്പിക്കാനുള്ള മനസ്സ്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാനുള്ള മനസ്സ്, അതായത് നമ്മളെ ഒരു മുസ്ലിമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷേ അത് മുസ്ലിമായി നമ്മൾ ജീവിക്കുന്നു, അൽഹംദുലില്ലാ. പക്ഷേ മരിക്കുമ്പോൾ മുസ്ലിമായി മരിച്ചു കൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മുസ്ലിമായി ജീവിക്കുന്നു, അൽഹംദുലില്ലാ. നമ്മുടെ പേരെല്ലാം റേഷൻ കാർഡിൽ മുസ്ലിം, പഞ്ചായത്തിൽ മുസ്ലിം, കോർപ്പറേഷനിൽ മുസ്ലിം, പള്ളിയുടെ രജിസ്റ്ററിൽ മുസ്ലിം, പള്ളിക്കൂടത്തിൽ മുസ്ലിം, എല്ലാം മുസ്ലിം. പക്ഷേ നമ്മൾ മരിച്ചു പോകുമ്പോഴും മുസ്ലിമായി തന്നെ മരിക്കണം. അതിനുള്ള പ്രയത്നമാണ് നാം നടത്തേണ്ടത്. അതിനെന്താണ് ഒരേ ഒരു മാർഗം, അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക. ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകി കഴിഞ്ഞാൽ നിബിതങ്ങൾ പഠിപ്പിച്ച വഴിയിലൂടെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുകയും നാളെ നബിയുടെ ഹൗലുൽ കൗസറിന് വെള്ളം വാങ്ങി കുടിക്കാനും നാളെ ആ ജനകോടികളുടെ മുന്നിൽ നിന്ന് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ തെരഞ്ഞു പിടിച്ചെടുത്തു കൊണ്ടുപോകാൻ ഇതൊരു മാധ്യമമാണ്, ഇതൊരു കാരണമാണ്. അള്ളാഹുവിന്റെ വിളി ഏതാണ്? അതാണ് ഓരോ ദിവസവും പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന മണിമുത്തുകൾ, മധുരമായ മൊഴി. ഇത് മുസൽമാനെ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വിളിക്കുന്ന വിളിയാണ്. മുസ്ലിമീങ്ങളെ മാത്രം സ്പെഷ്യലായിട്ട് നിങ്ങൾ മാത്രം വരും എന്ന് പറഞ്ഞ് വിളിക്കുന്ന വിളിയാണ്. രാവിലെ വിളിക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു, ഉച്ചയ്ക്ക് പിന്നെയും ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നു, അവൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയും വിളിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. പാതിരാ സമയത്ത് അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, അവൻ ശയ്യയിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും അതാ മിനാരത്തിൽ നിന്ന് വിളിക്കുന്നു, സഹോദര നിന്റെ ഓട്ടം എങ്ങോട്ടാണ്? നിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഒന്ന് കടന്നു വാ. ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് നീ ഒന്ന് വാ. നിന്റെ നെറ്റിത്തടം എനിക്ക് വേണ്ടി ഒന്ന് സമർപ്പിക്ക്. അങ്ങനെ നീ സമർപ്പിച്ചാൽ നിന്റെ നെട്ടോട്ടത്തിന് പരിഹാരം ഞാൻ കാണാം. നിന്റെ ജീവിതത്തെ ഞാൻ വിജയത്തിലേക്ക് നയിക്കാം. നിന്റെ സമസ്ത മണ്ഡലങ്ങളും ഞാൻ നിനക്ക് അനുകൂലമാക്കി തരാം. പടച്ചവൻ പറയുകയാണ്, അതുകൊണ്ട് ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി നമ്മോട് പഠിപ്പിച്ച തത്വമാണ് എനിക്ക് നിങ്ങളോട് ഈ റസൂലുള്ളാഹിന്റെ മാസത്തിൽ പറയാനുള്ളത്. അതിനാണല്ലോ നമ്മൾ ഉത്തരം നൽകാത്തത്. വാപ്പ വിളിച്ചാൽ ഉത്തരം നൽകും, സ്കൂളിൽ അധ്യാപകൻ വിളിച്ചാൽ ഉത്തരം നൽകും. പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ 10 മണിക്ക് വരണമെന്ന് പറഞ്ഞാൽ 9:45 അതിന്റെ പടിവാതിൽക്കൽ പോയി കാത്തുകെട്ടി നിൽക്കും. കോടതിയിലേക്ക് നിന്നെ ക്ഷണിച്ചാൽ നീ ആ ക്ഷണത്തിനും ഉത്തരം നൽകും. അതേപോലെ ഏത് ലോകത്ത് ഏത് ഭാഗത്ത് ദുനിയാവിന്റെ ആവശ്യത്തിന് നിന്നെ വിളിച്ചാൽ അതെല്ലാം കൃത്യനിഷ്ഠതയോടെ കൃത്യമായി തന്നെ നീ 1 മിനിറ്റ് നേരത്തെ എത്തുമെങ്കിൽ സഹോദര, നിന്റെ ഈ ഓട്ടം ഒരു സമയത്ത് നിന്നു പോകും. ഒരു ദിവസം 22,222 പ്രാവശ്യം നീ ശ്വാസം എടുത്തു വിടുകയും ചെയ്യുന്നുവെങ്കിൽ ഒരുപക്ഷെ നിന്റെ യാത്രയിൽ ആ ശ്വാസത്തിന് അല്ലാഹു കടിഞ്ഞാണിടും. ഒരുപക്ഷെ നീ രാത്രി കിടന്നുറങ്ങുമ്പോൾ നേരം വെളുക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ അടുക്കൽ ബെഡ് കാഫിയുമായി നിന്നെ വിളിക്കുമ്പോൾ അനക്കമില്ല. ഡോക്ടർ അതിനൊരു പേര് പറയും, സൈലന്റ് അറ്റാക്ക്. അങ്ങനെ നിന്റെ കടിഞ്ഞാണ്, നിന്റെ ശ്വാസത്തിന് കടിഞ്ഞാണിടും. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കുഴഞ്ഞു വീഴും. രാവിലെ നിനക്ക് പ്രഭാത സവാരിക്ക് വേണ്ടി പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ നിന്റെ അമിതമായ കൊഴുപ്പിന്റെ രോഗം നീ കുറയ്ക്കുന്നതിന് വേണ്ടി നീ കിലോമീറ്ററുകളോളം ഓടുമെങ്കിൽ സഹോദര, അവിടെ വെച്ച് തന്നെ അസ്രായീലിനെ അയച്ചുകൊണ്ട് നിന്റെ ഓട്ടത്തിന് ഞാൻ തിരശീലയിടും. പത്രത്തിൽ കാണാം, പ്രഭാത സവാരിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. പിന്നെ നിന്റെ ഓട്ടം എങ്ങോട്ടാണ്? നീയും അല്ലാഹുമായുള്ള മുനാജാത്താണ്, മലക്കുകളുമായുള്ള വാഗ്വാദമാണ്, ഖബറും നീയുമായുള്ള ജീവിതമാണ്. അവിടെ ആരും വരില്ല സഹോദര. നിനക്ക് എന്ത് ബുദ്ധിമുട്ട് ദുനിയാവിൽ വന്നാലും എപ്പോഴും നിനക്ക് വേണ്ടി കരയുകയും
നിനക്ക് വേണ്ടി ജോലി ചെയ്യുകയും നിനക്ക് വേണ്ടി പണികളും നിനക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്ന നിന്റെ സഹധർമ്മിണി പോലും ഖബറിന്റെ അരികിലേക്കോ ഖബറിന്റെ അകത്തളങ്ങളിലേക്കോ വന്ന് നിന്നെ ഒരു കൈ സഹായിക്കാൻ കഴിയില്ല. നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ സഹപ്രവർത്തകർ, നിന്റെ സഹയാത്രികർ, നിന്റെ സഹപാഠികൾ എല്ലാവരും പള്ളിക്കാട് വരെ വരും. നിന്നെ ആ കുഴിക്കകത്തേക്ക് ഇറക്കി വെക്കും. അവസാനമായി നിനക്ക് ചെയ്യുന്ന സമ്മാനം സഹോദരാ ഒന്ന് ഓർത്തു നോക്കൂ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എത്രത്തോളം അർത്ഥമുള്ള വാക്കാണിത്! നമ്മളെല്ലാം സമ്മതിക്കുന്ന കാര്യമല്ലേ? ദുനിയാവിന് വേണ്ടി നെട്ടോട്ടമോടുകയും ഒരു യുവാവിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായ സുഹൃത്തുക്കളെ, സഹോദര, നിന്റെ സഹോദരൻ മരിച്ചു പോകുമ്പോൾ അവൻ മയ്യത്ത് കട്ടിലിൽ അവനെ കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ നീ അവന് നൽകുന്ന സമ്മാനം എന്തെന്നറിയുമോ? സഹോദര, നീ ഇന്നലെ എന്നോടൊപ്പമായിരുന്നു യാത്ര ചെയ്തത്, എന്നോടൊപ്പം കളിച്ചിരുന്നു, എന്നോടൊപ്പം രസിച്ചിരുന്നു, എന്നോടൊപ്പം തമാശ പറഞ്ഞിരുന്നു, എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു, എന്നോടൊപ്പം ഡിന്നർ കഴിച്ചിരുന്നു, എന്നോടൊപ്പം കളിച്ച് രസിച്ചിരുന്നു. പക്ഷേ നീ ഇപ്പോൾ ചേതനയറ്റ ശരീരമാണ്, എനിക്ക് നിന്നോടൊപ്പം വരാൻ കഴിയില്ല. ഇതാ എനിക്ക് ചെയ്യാനുള്ള സമ്മാനം. മിൻഹാ ഖലഖനാകും. മയ്യത്തടക്കുമ്പോൾ എല്ലാവരും മണ്ണ് വാരിയിടാറുണ്ട്. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ഖബർസ്ഥാനുകളിലും ഓരോരുത്തർ പെട്ടെന്ന് 3 പിടി മണ്ണ് വാരിയിടും. എന്താ എന്റെ അർത്ഥം? പെട്ടെന്ന് എന്റെ വായിലോട്ട് മണ്ണ് വാരി ഇടുന്നത് പോലെ ഇങ്ങനെ പെട്ടെന്ന് വാരിയിട. അതാണോ എന്റെ അർത്ഥം? അങ്ങനെയാണോ? അർത്ഥത്തോടെ മനസ്സിലാക്കി മണ്ണ് വാരിയിട്. വെറുതെ അങ്ങോട്ട് വാരിയിടല്ലേ. മിൻഹാ ഖലഖനാകും. ഏ സഹോദര, ഈ മണ്ണിന്റെ കയ്യിലിരിക്കുന്ന മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ഈ മണ്ണെടുത്ത് പിടിച്ചിരിക്കുന്ന എന്നെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും. ആ മണ്ണിലേക്കാണ് മോനെ നിന്നെ ഇപ്പോൾ ഇറക്കി കിടത്തിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കോൺക്രീറ്റ് സൗധം നീ പടുത്തുയർത്തി, ആകാശമുട്ടെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നീ പടുത്തുയർത്തി. എന്റെ സഹോദര, നിന്റെ ശരീരത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല ശീതീകരിച്ച മുറിയിൽ നിന്റെ ഈ ശരീരത്തെ ഒന്ന് സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കുമോ? ഇല്ല എങ്കിൽ കോടികളെയെല്ലാം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞതിന് ശേഷം ഈ ആർക്കും വേണ്ടാത്ത മണ്ണറയിലേക്കാണ് നിന്റെ പോക്ക്. അതാണ് നീ രണ്ടാമത് പറയുന്നത്. ഹൈവേയുടെ സൈഡിൽ ലക്ഷക്കണക്കിന് രൂപ ഏറ്റവും കൂടിയ ഗ്രാനൈറ്റ് പൊതിഞ്ഞ് അതിൽ നീ അന്തിയിറങ്ങിയവനാണല്ലോ, അതിൽ നീ വിശ്രമിച്ചവനാണല്ലോ. പക്ഷേ നിന്റെ കബറിൽ അതേപോലെ ഒരു ഗ്രാനൈറ്റോ വിലപിടിച്ച കല്ല് പതിച്ചുകൊണ്ട് നിന്റെ മയ്യത്തിറക്കി വെക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. അതിന് ഞങ്ങൾ തയ്യാറുമല്ല. നിന്റെ കുടുംബവും അതിന് തയ്യാറല്ല. സഹോദരാ, നിന്നെ ഈ മണ്ണിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കി അയക്കുന്നത്. ഞങ്ങളിതാ പോകുന്നു. നാളെ ഒരു സമയം വരും. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നാളെ ഇതേ ഖബറിൽ നിന്ന്, ഈ തെക്കേ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഓരോരുത്തരെയും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ 3 കാര്യം പറഞ്ഞുകൊണ്ടാണ് 3 പിടി മണ്ണ് ഈ മയ്യത്തിന്റെ മേലേക്ക് നാം വാരിയെറിയേണ്ടത്. അങ്ങനെയാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ കൊണ്ട് വാരിയിടുക, ഇങ്ങനെ കൊണ്ട് പെട്ടെന്ന് വാരിയിടുക അല്ല, ഈ 3 പിടി ഇങ്ങനെ കൊണ്ട് വാരിയിടണം. ഈ പേരും പറഞ്ഞുകൊണ്ട് ഈ നിയ്യത്ത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അർത്ഥവും മനസ്സിലാക്കി അങ്ങോട്ട് ഇട്ടാൽ, മണ്ണിനാൽ പടയിട്ടുള്ള നിന്നെ മണ്ണിലേക്കല്ലോ അയക്കുന്നു നിന്നെ. ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളേകി വിളിക്കുന്നു നിന്നെ. നാളെ വിളിക്കും. നാളത്തേക്ക് ഈ മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്, ഇതിലേക്കാണ് നിന്നെ അങ്ങോട്ട് മടക്കുന്നത്. നാളെ അല്ലാഹു വിളിക്കുന്നതും ഈ മണ്ണിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ മണ്ണിനെ നീ ഒന്ന് ഓർക്കണം. നിന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആദ്യമായി നിന്നോട് സംസാരിക്കുന്നത് മുൻകറല്ല നക്കിയ
മുങ്കറല്ല, മുൻകറല്ല, നക്കീറല്ല. നിങ്ങളെല്ലാവരും നിന്റെ സുഹൃത്തിനെ വലിച്ചെറിഞ്ഞിട്ട് പോകും സഹോദരാ. ഈ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോൾ മയ്യത്തിനെ അള്ളാഹു എഴുന്നേൽപ്പിച്ചിരുത്തുമത്രേ. എഴുന്നേറ്റങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മയ്യത്തിന്റെ ഖബറിന്റെ അരികത്ത് നിന്ന് ഓരോരുത്തരും അവരിങ്ങനെ നടന്ന് സലാം ചൊല്ലി, അവർക്ക് അവസാനമായി ഒരു സലാം ചൊല്ലി നടന്നു നീങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, യഅരിഫു യഅരിഫു നിആലഹും. അവരുടെ ചെരുപ്പിന്റെ അടിയുണ്ടല്ലോ, അവർ നടക്കുന്ന ഓരോ ചുവടുവെപ്പുമുണ്ടല്ലോ, അത് മുഴുവനും കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു ആ മയ്യത്തിന് നൽകും. അവനിങ്ങനെ യഖൂദു ഇരിക്കും, എന്നിട്ടിങ്ങനെ കേൾക്കും. എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ, എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാണോ എന്ന് ഒറ്റയ്ക്കിരുന്ന് വേവലാതിപ്പെടുമ്പോൾ അവന്റെ ഖബറാണ്, അവന്റെ കുഴിയാണ്, അവന്റെ ഖബറാണ് ആദ്യമായി അവനോട് സംസാരിക്കുന്നത്. ആദ്യമായി മുൻകർ നക്കീർ വരുന്നതിന് മുമ്പേ ഈ ഖബർ അവനോട് സംസാരിക്കുമത്രേ. ഹുഫ്റത്തുഹു, തന്റെ കുഴി. എന്താ പറയാ വൈഹക് വൈഹക് യബ്ന ആദം. ആദമിന്റെ മോനെ നിനക്ക് നാശം, ആദമിന്റെ മോനെ നിനക്ക് നാശം, ആദമിന്റെ മോനെ നീ നശിച്ചത് തന്നെ, നീ നശിച്ചു പോകട്ടെ. വൈഹക് വൈഹക് ലൗ ഹുദ്ദിർതനി ലൗ ഹുദ്ദിർതനി. എന്നെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ, എന്നെ കുറിച്ച് ആരും നിന്നോട് ഓർമ്മിപ്പിച്ചില്ലേ, താക്കീത് ചെയ്തില്ലേ? എന്റെ ഞെരുക്കത്തെ സംബന്ധിച്ച്, എന്റെ ഇടുക്കത്തെ സംബന്ധിച്ച് ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ, ആരും നിന്നോട് പറഞ്ഞു തന്നില്ലേ? ഞാൻ നിന്നെ ഞെരുക്കും, ഞാൻ നിന്നെ വേദനിപ്പിക്കും. ഞാൻ ഈ ഖബറെന്ന് പറയുന്നത് ദൂതാണ്. ദൂതി, എന്റെ പുഴുവിനെ കുറിച്ച് നിന്നോട് ആരും പറഞ്ഞു തന്നില്ലേ? ഹൗലി, എന്റെ ഭയാനകതയെ കുറിച്ച് നിന്നോട് ആരും ഉണർത്തി തന്നില്ലേ? ഞാൻ പുഴുവാണ്, ഞാൻ പുഴുവാണ്, ഞാൻ പാമ്പാണ്, ഞാൻ ഭയാനകത നിറഞ്ഞ വീടാണ്, ഞാൻ ഭയങ്കരമായ വീടാണ്. ഞാൻ നിന്നെ ഞെരുക്കിക്കളയും, ഞാൻ നിന്നെ കത്തിക്കാൻ പോവുകയാണ്, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ പോവുകയാണ്. എന്നെ കുറിച്ച് എത്ര പേര് നിന്നോട് ഉപദേശിച്ചിട്ടും എന്റെ സഹോദര നീ അത് കേൾക്കാതെ പോയത്, അതുകൊണ്ട് വൈഹക്, നിനക്ക് നാശമുണ്ടാകട്ടെ. ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സമ്മാനം. പുഴു, പാമ്പ്, തേള്, തീ, ഞെരുക്കം. ഖബർ പറയാൻ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച സമ്മാനം ഇതാണ്. എന്നിട്ട് ഖബർ ചോദിക്കും, എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത്? ഖബറിന്റെ ചോദ്യം അണ്ട് മറുപടി പറയും സുഹൃത്തുക്കളെ. കുറെ റീത്ത് മോളി ഇരിപ്പുണ്ട്, പോയി എടുത്തോ. പറയാൻ പറ്റുമോ? അല്ലെ, എന്റെ സുഹൃത്തുക്കളും സ്വന്തക്കാരൊക്കെ പരിസരത്തെ കൊണ്ട് അതൊക്കെ പോയെടുത്തോ. അങ്ങനെയാണ് പറയാൻ പറ്റുക? എനിക്ക് വേണ്ടി നീ എന്താ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ല. ഖബറിന്റെ മുന്നിൽ നമുക്ക് മറുപടിയില്ല, മറുപടിയില്ല. അതുകൊണ്ട് ഓർത്തോ, ആ ഖബറിലേക്ക് പോയാൽ ആ ഖബറിലേക്ക് കുറെ യുവാക്കൾ ഓടിയെത്തും, സുസ്മേരവതരന്മാരായി ഓടിയെത്തിക്കൊണ്ട് നമ്മെ സമാശ്വസിപ്പിക്കുമെങ്കിൽ ആരാണ് അക്കൂട്ടരെന്നറിയുമോ? അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്, അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണത്. ആ ഖബറിലേക്കുള്ള ജീവിതം, ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതം, അവിടെ വരെ എല്ലാരും കാണും. അത് കഴിഞ്ഞാൽ സല്യൂട്ട് അടിച്ചിട്ട് എല്ലാരും അങ്ങോട്ട് പോകും. പിന്നെയായി നീയും അള്ളാഹുവും മലക്കുകളും തമ്മിൽ. അത് മരിക്കാൻ തുടങ്ങുന്നിടം മുതലേ ഉണ്ട്. പക്ഷെ അള്ളാഹ് അത് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മരിക്കാൻ തുടങ്ങുന്ന സമയം മുതലുണ്ട്. വീട്ടിനകത്ത് വെച്ചേ ഉണ്ട് ഇവനുമായിട്ടുള്ള യുദ്ധം, വീട്ടിനകത്ത് വെച്ച് തന്നെയുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞത് നബിതങ്ങള്? ഇതൊക്കെ സംഭവം ശരിയാണ്. ആദ്യമായി നിന്നോട് ഖബർ സംസാരിക്കും. ആ ഖബറിന് നീ മറുപടി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു തആലയുടെ വിളിക്ക് നീ ഉത്തരം നൽകുക. അത് നൂറുദ്ദീന്റെ വിളിയല്ല, മോദീന്റെ വിളിയൊന്നുമല്ല, അത് അള്ളാന്റെ വിളിയാണത്. അത് അള്ളാന്റെ. നമ്മൾ വിചാരിക്കും നൂറുദ്ദീൻ സാഹിബിന് ജോലിയൊന്നും ഇല്ല, അതിന് ചുമ്മാ വിളിച്ചോണ്ട്. ഇല്ല ഇല്ല ഇല്ല, അള്ളാന്റെ വിളിയാണത്.
അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ എന്താണ് അതിന്റെ പരിഹാരം? കേട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സമിഅൽ മുനാദിയ ബിസ്സലാ ബിസ്സലാ ഫലം യംനഉഹു മിൻ ഇത്തിബാഇഹി ഉദ്റുൻ ഔ ഖൗഫുൻ ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വമൽ ഉദ്ർ, എന്താണ് കാരണം നബിയേ? മൻ സമിഅൽ മുനാദിയ ബിസ്സലാ, നമസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്ഷണിക്കുന്ന വ്യക്തിയുടെ ശബ്ദം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഫലം യംനഉഹു, അതിന് തടസ്സം നിന്നില്ല, ഇത്തിബാഇഹി, ആ നമസ്കാരത്തിലേക്ക് പോകുന്നതിന്, പള്ളിയിലേക്ക് പോകുന്നതിന് തടസ്സം നിന്നില്ല, ഉദുറുൻ, ഒരു കാരണം. ഖീല, ചോദിക്കപ്പെട്ടു, വമൽ ഉദുറു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ആ ഉദുർ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രണ്ട് കാരണം മാത്രമേ ഉള്ളൂ സഹോദര. പള്ളിയിലെ മിനാരത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ അതിനുത്തരം നൽകേണ്ടാത്തവർ വീട്ടിൽ തന്നെ നമസ്കരിച്ചാൽ മതി. അവർ രണ്ട് ഗ്രൂപ്പുകാരാണ്. അത് റസൂലുള്ള പഠിപ്പിച്ചു തരുന്നു. ഉദുർ എന്ന് പറഞ്ഞാൽ മറളുൻ ഔ ഖൗഫുൻ, അത്യാഹിതമായ രോഗമാണ്, നടന്ന പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത രോഗമാണ്, നമസ്കരിക്കാൻ അവന് പറ്റാത്ത അസ്വസ്ഥതയാണ്. നിന്ന് നമസ്കരിക്കണ്ടായിരുന്നെങ്കിൽ നമസ്കരിച്ചോ. നടന്ന് പള്ളിയിൽ വരണ്ട, കാറുണ്ടല്ലോ, ഒരു വാഹനമല്ല 9 വാഹനമുള്ളവരാണ് ഇന്ന് നമ്മൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫലം യംനഉഹു, അവനൊരു തടസ്സവും ഉണ്ടായില്ല, മിൻ ഇത്തിബാഇഹി, പള്ളിയിലേക്ക് വരുന്നതിന്, ഖൗഫുൻ, ഭയമോ, മർളുൻ, രോഗമോ, ഈ 2 കാര്യം അവന് സംഭവിക്കാതെ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്കിന്റെ മധുരമായ മൊഴിക്ക് ഉത്തരം നൽകാതെ വീട്ടിൽ നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലം തുഖബൽ മിൻഹു സ്വലാ അല്ലതി സ്വല്ലാ ഫീഹി, യാനി ഫീ ബൈതിഹി, ആ ബാങ്കിന്റെ വിളി കേട്ടിട്ട് പള്ളിയിൽ വന്ന് നമസ്കരിക്കാതെ വീട്ടിൽ തന്നെ നമസ്കരിച്ച മുസ്ലിം സഹോദര, നിന്റെ നമസ്കാരം പൂർത്തിയല്ല, നിന്റെ നമസ്കാരം കമാലിയത്തിലെത്തുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം തുഖബൽ മിൻഹു സ്വലാ. ഹദീസ് ഓതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. അബൂബക്കറിന്റെ ഒരു വാക്കും ഇതിനകത്തില്ല, പുന്നാര ഹബീബിന്റെ വാക്കാണ്. ഏത് നമസ്കാരമല്ല, അവന്റെ വീട്ടിൽ അവൻ നമസ്കരിച്ച നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. മയ്യത്ത് കൊണ്ട് വെക്കോടനെ ആള് വരണമല്ലോ നിന്നെ സ്വീകരിക്കാൻ. അപ്പൊ ആ സ്വീകരണ മുറിയിൽ നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ ഇപ്പൊ ഈ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു വിളിക്കുമ്പോ അതും കൂടെ നീ ഒന്ന് നോക്കുന്നു, പരിഗണിക്ക്. ചില കാരണങ്ങൾ നമ്മൾ പറയും, പള്ളി ദൂരെയാണ്, കണ്ണ് കാണൂല, പൊട്ടക്കണ്ണനാണ്, രോഗിയാണ്, നടക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ഇതാ റസൂലുള്ള വീണ്ടും പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്ന റജുലൻ അഅമ, ഒരന്ധനായ സഹാബി ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അബാന വറീറുൽ ബസായിർ, എനിക്ക് കാഴ്ച കുറഞ്ഞ വ്യക്തിയാണ്. ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആരുമില്ല നബിയേ. എനിക്ക് വാഹനമുണ്ടായിരിക്കാം, പക്ഷേ ആ വാഹനത്തെ ഒന്ന് ഓടിക്കാനും നിയന്ത്രിക്കാനും ആരുമില്ല നബിയേ. മാത്രമല്ല വാന വറീറുൽ ബസായിർ, കണ്ണ് കാഴ്ച കുറഞ്ഞ വ്യക്തിയുമാണ് ഞാൻ. അതുകൊണ്ട് നബിയേ, എന്റെ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ വല്ല അനുവാദവുമുണ്ടോ യാ റസൂലല്ലാഹ് എന്ന് അന്ധനായ സഹാബി നബി തങ്ങളോട് ചോദിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ്, ഒരു എക്സ്ക്യൂസ് ഉണ്ടോ? എന്റെ വീട്ടിൽ എനിക്ക് നമസ്കരിക്കാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, നഅം ഫറഖസ ലഹു, ഉണ്ട് എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തുവിട്ടു. അദ്ദേഹം നബിയുടെ ഹദറത്തിൽ നിന്നും മടങ്ങി അങ്ങോട്ട് നീങ്ങേണ്ട
താമസം. ജിബ്രീൽ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദേ, പറഞ്ഞു കൊടുക്കൂ മുഹമ്മദേ, ഇല്ല മുഹമ്മദ്, ഇല്ല മുഹമ്മദ് എന്ന് പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സവിധത്തിൽ നിന്ന് മടങ്ങിപ്പോയ അന്ധനായ സഹാബിയെ നബി തങ്ങൾ വിളിപ്പിക്കുകയാണ്. ഏ സഹോദര, ഓടി വരൂ സഹോദര. ഓടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഹൽ തസ്മഉൻ നിദാ, ബാങ്കുവിളി കേൾക്കുവോ? ബാങ്കുവിളി കേൾക്കുവോ? ഖാല നഅം, കേൾക്കാൻ നബിയേ. ഫഅജിബ്, മറുപടി നൽക്, മറുപടി നൽക്. വീട്ടിൽ നമസ്കരിക്കൽ അനുവാദമില്ല. ആര്? കണ്ണ് കാണാത്ത സഹാബി. ഇന്ന് നമുക്ക് ഷോർട്ട് സൈറ്റുമില്ല, ലോങ് സൈറ്റിന് കുറവുമില്ല, നല്ല കാഴ്ചയുള്ളവരാണ്. ബാങ്ക് വിളിക്കുമ്പോൾ അലസതയോടുകൂടി പള്ളിമുക്കിൽ കിടന്ന് വട്ടം തിരിയുന്ന സഹോദര, യുവാക്കളെ, ഈ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ ഖബർ വരെ നിന്റെ കുടുംബക്കാർ വരും. അത് കഴിഞ്ഞ് പിന്നെ ആരും അങ്ങോട്ട് വരില്ല. റൂഹ് പിടിക്കുന്നതും കൂടെ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഇവന്റെ റൂഹ് പിടിക്കുക എന്ന് പുറകോട്ട് പോകട്ടെ, കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദര, വീണ്ടും ഒരു സഹാബി വരുന്നു. ആര്? ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അംർ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ഉമ്മി മക്തൂമിന്റെ മകൻ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ജാഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നൽ മദീനത കസീറത്തുൽ ഹവാമി വസ്സിബാ വഅന വരീറുൽ ബസായിർ വശാസിഉദ് ദാർ വശാസിഉദ് ദാർ. നബിയേ, 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 നമ്മുടെ മദീന പട്ടണങ്ങളെല്ലാം, നമ്മുടെ നാടെല്ലാം ഭയങ്കരമായ ഹിംസ്ര ജന്തുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വന്യമൃഗങ്ങൾ. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പേപ്പട്ടി. സുബഹിക്ക് പള്ളിയിൽ വരാൻ പറ്റൂല. രാവിലെ ഓരോരുത്തർ പറയല്ലോ പള്ളിയിൽ വരാൻ പറ്റില്ല, സുബഹിക്ക് ഭയങ്കരമായ പട്ടി, റോഡ് മുഴുവനും പട്ടി നിറഞ്ഞിരിക്കുകയാണ്. ഇതേപോലെ ബഹുമാനപ്പെട്ട അന്ധനായ സഹാബി നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ട് അറിയാം, നമ്മുടെ നാട് മുഴുവനും വന്യമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, എന്റെ വീടോ അങ്ങ് ദൂരത്തിലാണ്. ഞാനിവിടെ പള്ളിമുക്കിലാണ് താമസിക്കുന്നെങ്കിലും പള്ളിമുക്കിലാണ് പള്ളിയെങ്കിൽ ഞാൻ താമസിക്കുന്നത് അങ്ങ് കുറച്ചങ്ങോട്ട് ദൂരത്തിലാണ്. രാവിലെ എങ്ങനെയാ നബിയെ പള്ളിയിലേക്ക് വരിക? എനിക്ക് വല്ല എക്സ്ക്യൂസും ഉണ്ടോ നബിയെ? എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ എനിക്ക് വല്ല അനുവാദവുമുണ്ടോ? യാ റസൂലല്ലാഹ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹൽ ചോദിക്കുകയാണ്, ഹൽ തസ്മഉ ഹയ്യ അലസ് സലാ വ ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലസ് സലാ എന്നും ഹയ്യ അലൽ ഫലാഹ് എന്നും മുഅദ്ദിൻ വിളിക്കുമ്പോൾ കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, പറ്റും. എങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅജിബ് ഫഹയ്യ ഹലാ. ഹല ഹല അറബികൾ വിളിക്കല്ലോ, വാ വാ ഹല ഹല എന്ന് വിളിക്കുന്ന പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫഹയ്യ ഹലാ. അതിന് മറുപടി നൽകണം. നിന്റെ വീട് വിദൂരമാകട്ടെ, റോഡിൽ പേപ്പട്ടി നിറഞ്ഞു കിടക്കട്ടെ, നിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കട്ടെ, നീ നേരെ പള്ളിയിലേക്ക് വന്നോ, പള്ളിയിലേക്ക് വന്നോ. നമുക്ക് അങ്ങനത്തെ കുഴപ്പം വല്ലതും ഉണ്ടോ? പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങൂലേ? പള്ളിയുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിട്ട് വാൻ വിളിച്ച പള്ളിയിൽ കയറുവോ? ഇതാരോടാ ഈ പറയുന്ന? ഹദീസ കേട്ട് മനസ്സിലാക്ക്. ഖബറിനകത്ത് രക്ഷ വേണമെങ്കിൽ അതാണല്ലോ ഈ മാസത്തിൽ നമ്മൾ പറയേണ്ടത്. പിന്നെ എവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് പോകും. ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ 10 പേര് പിരിവൊക്കെ എടുത്ത് ഇന്നങ്ങനെ രക്ഷപ്പെടുത്തും. ഇനി കല്യാണം കഴിക്കാൻ മുറ്റി നിൽക്കുന്ന പെണ്ണാണ്, എങ്ങനെയെങ്കിലുമൊക്കെ പിരിവെടുത്ത് ഇന്നങ്ങനെ രക്ഷപ്പെടുത്തും. നീ ഇവിടെ ആക്സിഡന്റ് ആയിട്ട് കിടന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. നിന്റെ 2 കിഡ്നിയും പോയി, പൈസ ഇല്ല, നാട്ടുകാരൊക്കെ നിന്നെ സഹായിക്കും. എല്ലാ നിലയ്ക്കും ദുനിയാവിൽ നിന്നെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷേ ഖബറിലോട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ദുആ അല്ലാതെ വേറെ ഒരു വഴിയും നമുക്കില്ല. ആ ദുആ സ്വീകരിക്കണമെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ചില മാനദണ്ഡങ്ങൾ അതിനും വെച്ചിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് എല്ലാവരും എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്താ പിന്നെ രസമല്ലേ അത്? അങ്ങനെ അങ്ങോട്ട് ദുആ ചെയ്താൽ രക്ഷപ്പെട്ടുമെന്നും കിട്ടുമെന്ന് നമുക്ക് വല്ല പ്രതീക്ഷ ഉണ്ടോ? അത് അല്ലാഹു തീരുമാനിക്കണം. പടച്ചവനാണ് അത് തീരുമാനിക്കേണ്ടത്. അവൻ ഗഫാറാണ്, അവൻ റഹ്മാനാണ്, അവൻ റഹീമാണത്. അല്ലാഹു തആല നമ്മുടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ, വിശാലമാക്കി തരട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 2 അന്ധന്മാര് വന്നപ്പോഴും നാട്ടിൽ നിറച്ചും പ്രശ്നങ്ങൾ. അതുകൊണ്ട് പള്ളിയിൽ വരണോ വീട്ടിൽ നമസ്കരിക്കാവോ എന്ന് ചോദിച്ചപ്പോ ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല.
അല്ലാഹു തആല ആ ബാങ്കിന് മറുപടി നൽകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും ബാങ്കിന് മറുപടി നൽകും. എന്ത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ വീട്ടിലിരുന്നുണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലാം ഉഷാറായിട്ട് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ മറുപടി നൽകുക. ആ മറുപടി അല്ല ഇത്, ആ മറുപടി അല്ല ഇജാബത്ത്. നേരെ അങ്ങോട്ട് വിളിച്ചോ, അങ്ങോട്ട് വിട്ടോ. എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും ചോദിക്കുകയാണ്, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വഖീല, സഹാബാക്കൾ ചോദിക്കുകയാണ് നബിയോട്, നബി തങ്ങളെ മൻ ജാറുൽ മസ്ജിദ്, ആരായി പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവര്? മൻജാറിൽ, എന്താ സുഹൃത്തെ ആലോചിച്ച് നോക്ക്. ഒരു വിഷയം പോലും നബി വിട്ടിട്ട് പോയിട്ടില്ല. ആരാ ഈ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ? മൻജാറുൽ മസ്ജിദ് യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജാറുൽ മസ്ജിദ്, പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ അല്ലദീന യസ്മഊനൽ അദാൻ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് മുഅല്ലിൻ വിളിക്കുമ്പോൾ ആ വിളി ബാങ്ക് കേൾക്കുന്ന സഹോദരങ്ങളാണ് പള്ളിയുടെ അടുത്ത് താമസിക്കുന്നവർ. ഇന്ന് കേൾക്കാമല്ലോ, ഇന്നങ്ങ് മുകളിലാണല്ലോ. ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് നമുക്ക് കേൾക്കാം. അപ്പൊ ഏതെങ്കിലുമൊക്കെ പള്ളിയുടെ ബാങ്ക് വെക്കുമ്പോ ആ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞതിന്റെ ലക്ഷ്യം. ഇനി നീ കേട്ടില്ല, നിനക്ക് അല്ലാഹു കാത് തന്നിട്ട് നീ ബാങ്ക് കേട്ടിട്ട് കേൾക്കാത്ത മാതിരി നീ നടിച്ചു, എന്താ നിന്റെ ശിക്ഷ? ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലഅൻ തംതലിയ ഉദ്നാ ഇബ്നി ആദമ റുസാസം മുദാബൻ ഖൈറുൻ ലഹു മിൻ അൻ യസ്മാ ഹയ്യ അലസ് സ്വലാഹ് വ ഹയ്യ അലൽ ഫലാഹ് ثم لا يجيب. قال النبي صلى الله عليه وسلم, ആദമിന്റെ മോനെ ആദമിന്റെ മക്കളുടെ 2 കാതിലും സ്ഫടിക കട്ടികൾ ഉരുക്കി ഒഴിക്കലാണ് ശ്രേഷ്ഠം. സ്ഫടികം അതങ്ങോട്ട് കത്താൻ പാടാ, ഉരുകി കഴിഞ്ഞാൽ അതിന്റെ ചൂട് ഭയങ്കരം തന്നെ. അതങ്ങോട്ട് ഉരുക്കി ഒഴിക്കലാണ് ആദമിന്റെ മക്കളുടെ 2 കാതിലും അഭികാമ്യം, ശ്രേഷ്ഠം. ഇതിനേക്കാൾ ഖൈറുൽ ലഹു, ശ്രേഷ്ഠം അതാണ്. മിൻ യസ്മാ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ثم لا يجيب. ഹയ്യ അലസ് സ്വലാഹ് എന്നവൻ കേട്ടു, ഹയ്യ അലൽ ഫലാഹ് എന്നവൻ കേട്ടു, ثم لا يجيب, ആ വിളിക്കവൻ ഉത്തരം നൽകുന്നില്ല എങ്കിൽ ആദമിന്റെ മോനെ, നിന്റെ 2 കാതിലും സ്ഫടികക്കട്ടികൾ ഉരുക്കി ഒഴിച്ചോ, അത് തന്നെയാണ് ശ്രേഷ്ഠം. ഇല്ലയെങ്കിൽ നാളെ അല്ലാഹു അത് ഉരുക്കി ഒഴിക്കും എന്നാണ് നബിതങ്ങൾ പറഞ്ഞതിന്റെ സാരം. പടച്ചവൻ കാക്കട്ടെ. എന്തിനാപ്പ ചെവി തന്നത്? ചെവിയോ എന്നൊക്കെ പാട്ട് മൊബൈല് പോക്കറ്റ് ഇട്ടിട്ട് ഫിറ്റ് ഇതിനകത്തോട്ട് ചെയ്തോണ്ടില്ല, അങ്ങ് അകത്തോട്ട് കയറട്ടെ. ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ അവ ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി കാണാം. ചിലരൊക്കെ വണ്ടി ഇരിക്കുമ്പോ ഇങ്ങനെ നിക്കറില്ലെന്ന് കാണാം. നമ്മളൊക്കെ ഈ ഹൽവത്തിൽ നിക്കറില്ലെന്നേ കണ്ടിട്ടുള്ളൂ. ഇവ എന്താളപ്പ ഇങ്ങനെ നോക്കുമ്പോണ്ടാ 2 സുന്ദരിപ്പ് ഇതിനകത്തോടെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇവ ഇതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. ആട്ടിക്കോ, നാളെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കും. ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോ വിളിച്ചു പോകും, നിലവിളിക്കും. ആരും തിരിഞ്ഞു നോക്കൂല. പിന്നെയും ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെവി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആരാണ്ട് വിത്തന പറയുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പതുക്കെ, ക്ഷണിക്കപ്പെടാത്തത് അതിഥി ക്ഷണിഞ്ഞു ചെല്ലുന്ന പോലെ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് കയറി അവിടെ ചെന്ന് ഇങ്ങനെ കിബില തെറ്റി തിരിഞ്ഞിരിക്കും. കാരണം ചെവി അവന്റെ ഭാഗത്തേക്ക് നോക്കുന്നത് ഇങ്ങോട്ടാണ്. ഏതെങ്കിലും ഒരു പുരുഷൻ അവരുടെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി അവൻ ചെവി കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുസബ്ബു ഫീ ഉദ്നിഹി അല്ലാനിക്, അല്ലാഹു ഈയ ഒഴിച്ച് അവന്റെ ചെവിയിലേക്ക് ഈയം ഒഴിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
അവന്റെ ആരാന്റെ അനുവാദമില്ലാതെ അവര് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി അത് ഫിത്ന, ഫസാദ്, ഗീബത്ത്, നമീമത്ത്, ഏഷണി, പരദൂഷണം എന്തുമാകട്ടെ അവന്റെ രണ്ട് ചെവിയിലും ഈയമൊരുക്കി ഒഴിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സൂക്ഷിച്ചോ, ഇതൊന്നും കേൾക്കണ്ട. നമുക്ക് അല്ലാഹു തആല ചെവി തന്നത് നല്ല കാര്യം കേൾക്കാൻ. ആ ബാങ്ക് കേൾക്ക്, അതിന് ഉത്തരം നൽകും. ഇപ്പൊ ബാങ്ക് വിളിച്ചാല് പള്ളിയിൽ പോകണോ എന്നുള്ളത് ഉറപ്പാണല്ലോ. നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് പടച്ചവനൊന്ന് വിളിക്കും, ബാ ബാ എല്ലാരും വാ, എന്റെ അടുക്കൽ ഒന്ന് സുജൂദ് ചെയ്തിട്ട് പോ. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്തല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ദുനിയാവിൽ ചെയ്തതല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരോടും ഒരു അനൗൺസ്മെന്റ് അല്ലാഹു തആല നടത്തും. നമ്മളെ നാളെ മഹ്ശറിൽ ഇങ്ങനെ നിർത്തി, ഫരീഖുൻ ഫിൽ ജന്ന വഫരീഖുൻ ഫിസ്സഈർ, ഒരാൾക്ക് സ്വർഗം, ഒരു കൂട്ടർക്ക് സ്വർഗം, ഒരു കൂട്ടർക്ക് നരകം. ഇതൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായമേ നിങ്ങളോട് വിളിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടിയാണല്ലോ ദുനിയാവിൽ സുജൂദ് ചെയ്തത്, ബാ ഒരിക്കൽ കൂടി എനിക്കൊന്ന് സുജൂദ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പൊയ്ക്കോ. ഇനി നിങ്ങൾ എന്നെ സുജൂദ് ചെയ്യേ വേണ്ട, എന്നെ ഓർക്കേ വേണ്ട. എല്ലാവരും ആവേശത്തോടെ ഇരിക്കണം അല്ലാഹയെ ഒന്ന് കാണാൻ, അവന്റെ മുന്നിൽ പോയി ഒന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്. എല്ലാവരും വാ, ഒന്ന് എഴുന്നേറ്റ് വന്നേ, ഒന്ന് സുജൂദ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് പറയുന്നു എല്ലാവരും ഒന്ന് മുസാഫാത്ത് ചെയ്യാമാ എന്ന് പറഞ്ഞാൽ കുറച്ചുപേര് വരും, കുറച്ചുപേര് അങ്ങോട്ടങ്ങ് പോകും. ഒന്ന് സഹായിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചുപേര് സഹായിക്കും, കുറച്ചുപേര് സഹായിക്കാൻ പറ്റൂല. അപ്പൊ ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വിളിക്കാൻ, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇലാ സുജൂദ് വയുദഊന ഇലാ സുജൂദ് ഫലാ യസ്തതിഊൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ളില്ല ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ളില്ല وقد كانوا يدعون إلى السجود وهم سالمون. അല്ലാഹു പറയുകയാണ്, യൗമ യുക്ശഫു അൻ സാഖിൻ, നാളെ നിങ്ങളുടെ മുട്ടി ഇഴയുന്ന ദിവസം, നിങ്ങൾ ഉരുകിക്കൊണ്ടിരിക്കുന്ന ദിവസം, നിങ്ങൾ നിലവിളിക്കുന്ന ദിവസം, 16 കോടി കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി വെളിച്ചം തരുന്ന ഈ സൂര്യൻ നാളെ നിന്റെ തലയ്ക്ക് മീതെ ഒരിച്ചാൻ അകലത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷം അല്ലാഹു തആല നിന്നെ അർശിന്റെ തണലിൽ വന്ന് സുജൂദ് ചെയ്യാൻ നിന്നെ വിളിക്കുമ്പോൾ ഒരു കൂട്ടർ കിടഞ്ഞ് പരിശ്രമിക്കും, ഒക്കെ നോക്കും. ഈ ദുനിയാവിൽ വെച്ച് വളയാത്ത ഡിസ്കുകളൊക്കെ അവിടെ ഒന്ന് വളയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഈ ദുനിയാവിൽ വെച്ച് പള്ളിയിൽ വായെന്ന് പറഞ്ഞാൽ ഉസ്താദേ എന്റെ ഡിസ്കിൽ ഞാൻ ഭാരം തൂക്കിയിട്ടിരിക്കുകയാണ്, വളയ്ക്കാൻ പറ്റൂല ഉസ്താദേ എന്ന് ഈ ഉസ്താദിനോട് പറഞ്ഞ് കുമ്പസരിച്ചിട്ട് പിറകോട്ട് പോകുന്നവരെ അല്ലാഹു നിന്നെ വിളിക്കും, ഒന്ന് വാ, നിന്റെ ഡിസ്കിനിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ പരിപൂർണമായ ആരോഗ്യം നൽകിയിരിക്കുകയാ, ഒന്ന് വാ, ഒന്ന് സുജൂദ് ചെയ്തിട്ട് ഇതിലെ അങ്ങ് കയറിപ്പോയിക്കോ. ഒരുപാട് പേര് സുജൂദിലേക്ക് വരും, പക്ഷേ കുറെ പേര് ഓടാൻ നോക്കും, കുനിയാൻ നോക്കും, സുജൂദ് ചെയ്യാൻ നോക്കും. ഫലാ യസ്തതിഊൻ, അവരെ കൊണ്ട് അതിന് കഴിയുകയില്ല, അവരെ കൊണ്ട് കഴിയുകയില്ല. ഇമ്പോസിബിൾ ആണ്, അസാധ്യമാണ്. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ളില്ല, അവരുടെ മുഖമെല്ലാം കറുത്ത് കരിവാളിച്ച് പടച്ചവന്റെ ദർബാറിൽ നാണം കെട്ട് ലജ്ജയോടെ മുഖം കുനിച്ചുകൊണ്ടവർ നിൽക്കുമ്പോൾ തർഹഖുഹും അബ്സാറുഹും തർഹഖുഹും ളില്ല, നിന്ദ്യനായി നികൃഷ്ടനായി അവന്റെ മുഖമൊന്ന് ഉയർത്തി പടച്ചവന്റെ സിംഹാസനത്തിലേക്ക് നോക്കാൻ പോലും കഴിയാതെ ലജ്ജിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു ഇവനെ വിളിക്കും. പക്ഷേ കഴിയില്ല. എന്തുകൊണ്ട്? വഹും സാലിമൂൻ. وقد كانوا يدعون إلى السجود وقد كانوا. സഹോദരാ, എന്തേ നിനക്ക് കഴിയാത്തത്? قد كانوا, കഴിഞ്ഞുപോയി. യുദഊന, നിന്നെ ക്ഷണിക്കപ്പെട്ടിരുന്നു, പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടിരുന്നു, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നിന്റെ ശ്രവണപുടങ്ങൾ തളച്ച് കയറിയില്ലേ ബാങ്കിന്റെ മധുരമായ ധ്വനി. വഹും
സാലിമൂൻ. അന്ന് നിനക്ക് ഒരു രോഗവുമില്ലായിരുന്നു, ഡിസ്കിന് കുഴപ്പമില്ലായിരുന്നു, മുട്ടുകാലിന് പ്രശ്നമില്ലായിരുന്നു, നാട്ടിലൊരു പ്രശ്നവുമില്ലായിരുന്നു. ഒരു രോഗമില്ലാത്ത പരിപൂർണമായ ആരോഗ്യമുള്ള അവസ്ഥയിൽ അരോഗദൃഢഗാത്രനായി വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിന്നെ എന്റെ സമക്ഷത്തിലേക്ക് വരാൻ ക്ഷണിച്ചപ്പോൾ എന്തേ നീ വരാഞ്ഞത്? വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി വഹും സാലിമൂൻ. നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ നിന്നെ വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോ നിനക്ക് കഴിയില്ല. ഫലാ യസ്തതിഊൻ. അതുകൊണ്ട് നബിയെ ഒന്ന് പറഞ്ഞേരെ. നാളെ ഇവരെല്ലാം എന്റെ മുന്നിലേക്ക് വരുമ്പോൾ, എന്റെ അടുക്കൽ സുജൂദ് ചെയ്യാൻ ഞാൻ ക്ഷണിക്കുമ്പോൾ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്നത് ഞാനായിരിക്കും. അന്ന് ഞാൻ ക്ഷണിക്കുമ്പോൾ ഇവർ വരാത്തവരുണ്ടല്ലോ, ഒന്ന് താക്കീത് ചെയ്തേരെ. എത്ര പറഞ്ഞിട്ടും പള്ളിയുമായി ബന്ധമില്ലാത്തവരെ കുറിച്ച് അല്ലാഹു തന്നെ മറുപടി പറയട്ടെ. ഫദർനീ വമൻ യുകല്ലിബു ഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ. ഫദർനീ വമൻ യുകല്ലിബു ഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈതു ലാ യഅലമൂൻ വഉംലി ലഹും ഇന്ന കൈദീ മതീൻ. എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിലുണ്ട്, എന്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായ ആളുകളെ നിയോഗിച്ചിട്ടുമുണ്ട്. അതെല്ലാം പഠിച്ചിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്തവരെ വിട്ടേക്കൂ നബിയെ, ഇങ്ങോട്ട് വിട്ടേറെ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അവന് ഞാൻ കുറെ ആയസ് നീട്ടിക്കൊടുക്കും, കുറെ ആയസ് ദീർഘിപ്പിച്ചു കൊടുക്കും. സുഖലോലുവനായി കഴിഞ്ഞുകൂടും, ആരോഗ്യമുള്ളവനായി കഴിഞ്ഞുകൂടും. നമസ്കരിക്കാൻ പോകുന്നവന് ദാരിദ്ര്യം നൽകുമ്പോൾ, നമസ്കരിക്കാത്ത സഹോദര നിനക്ക് ഞാൻ ധന്യത നൽകി നിന്നെ ഞാൻ ഈ ദുനിയാവിൽ പരീക്ഷിക്കും. ഇന്ന കൈദീ മതീൻ. എന്റെ പിടിയുണ്ടല്ലോ, എന്റെ തന്ത്രമുണ്ടല്ലോ, എന്റെ തന്ത്രം പിഴച്ചു പോകില്ല ഹബീബേ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊട്. എന്റെ വിളിക്കുത്തരം നൽകാത്തവർക്ക് ഈ സമയത്ത് എന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അത് തീരുമാനിച്ചോ? സത്യമാണെന്ന് ഒന്നുകൂടെ പറഞ്ഞേരെ. നബിതങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുക, ഒന്നുകൂടെ പറഞ്ഞേരെ. എല്ലാ പ്രവാചകന്മാരോടും ഈ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരോട് അല്ലാഹു തആല കർക്കശത പുലർത്തിയിരുന്നു. നിസ്കരിക്കണം, എല്ലാവരും നിസ്കരിക്കണം, എന്നെ ആരാധിക്കണം. ആദർശത്തിൽ ഒന്നായിരുന്നു ആദം മുതൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെ. ആദർശം ഒന്ന്, അള്ളാഹു ഒരുവനാണ്, ആരാധിക്കണം അവനല്ലാതെ, അവനെയല്ല മറ്റാരെയും ആരാധിക്കരുത്. ആരാധന രീതികൾ വ്യത്യാസം വരാം, എങ്കിലും നമസ്കാരത്തെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു തആല കൽപ്പിച്ചിരുന്നു. ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചില്ലേ? വൗഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സകാത്ത് വകാനൂ ലനാ ആബിദീൻ. ഇഖാമസ് സ്വലാത്ത് വരുമ്പോൾ മാത്രം കേട്ടാൽ മതി, അർത്ഥം പറഞ്ഞ് വിശദീകരിക്കാൻ സമയമില്ല, കുറെ കൂടെ കാര്യം പറയാനുണ്ട്. ഇബ്രാഹിം നബിയോടുള്ള മുന്നറിയിപ്പ്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള മുന്നറിയിപ്പ്. കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബി മർളിയാ. നബിയോടും കുടുംബത്തോടും നമസ്കരിക്കാൻ അള്ളാന്റെ ഓർഡർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനോട് ഓർഡർ. ലയഖംതുമുസ് സ്വലാത്ത് വആതൈതുമുസ് സകാത്ത് വആമൻതും ബിറുസുലി വഅസ്സർതുമുഹും വഅഖറതുമുല്ലാഹ ഖർളൻ ഹസനാ ലൗകഫിറന്ന നീണ്ടുപോകുന്ന ആയത്ത്. നിങ്ങൾ നമസ്കരിച്ചാൽ, നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ, ഈ പ്രവാചകനെ അംഗീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടുകൊണ്ട് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് അള്ളാഹുവിന്റെ ഓർഡർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വജഅലനീ മുബാറകൻ ഐനമാ കുൻത് വഔസാനീ ബിസ്സലാത്ത് വഔസാനീ بالصلاة والزكاة
ഹയ്യാ, ഞാൻ എവിടെയായിരുന്നാലും എന്റെ റബ്ബ് എന്നെ പരിശുദ്ധനാക്കിയിട്ടുണ്ട്. മാത്രമല്ല എന്നോട് എന്റെ റബ്ബ് നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും പറഞ്ഞു. ഏ മുഹമ്മദേ, ഏ മുഹമ്മദേ, മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങൾക്കും അല്ലാഹുവിന്റെ ഓർഡറാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽമുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ നമസ്കാരക്കാർ മുഹമ്മദിന്റെ അനുയായികളെ, നിങ്ങളോടാണ്. നിങ്ങൾ അങ്ങനെ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അല്ലാഹു നൽകുന്നത്? ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർ ഹിദായത്തിന്റെ വഴികളിലാണ്, അവർ സത്സരണയിലാണ്, അവർ വിജയത്തിന്റെ വഴിയിലാണ്. അവരെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹു തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഥമമായ ആ അധ്യായത്തിൽ, പ്രഥമമായ അധ്യായം. അപ്പൊ നമ്മള് ഫാത്തിഹ അല്ലേ? ഫാത്തിഹ ദുആ, ബാക്കിയുള്ളതെല്ലാം ഇജാബത്ത്. ഫാത്തിഹ സുആൽ, ബാക്കിയുള്ളതെല്ലാം മറുപടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം ബാക്കിയുള്ള സൂറത്തുകളിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ അധ്യായം നൽകി. അതിനൊരു പേര് വെച്ചു ബഖറ. എന്താ വെച്ചത്? ബഖറ. എന്താ അതിന്റെ അർത്ഥം? പശു. പശു എന്ന് പറഞ്ഞാൽ മൃഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കിയത് സൂറത്തുൻ നാസ്. എന്താ അതിന്റെ അർത്ഥം? മനുഷ്യൻ. പശുവിൽ തുടങ്ങി മനുഷ്യനിൽ അല്ലാഹു തആല അവസാനിപ്പിച്ചു. എന്താ സുഹൃത്തെ? നമസ്കാരമില്ല, ഇബാദത്തില്ല, മൃഗതുല്യ ജീവിതം നയിച്ച മനുഷ്യ മക്കളെ, നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വെള്ളി വെളിച്ചമേകിക്കൊണ്ട്, നിങ്ങൾക്ക് നാഗരികത പഠിപ്പിച്ചുകൊണ്ട്, സംസ്കാരം പഠിപ്പിച്ചുകൊണ്ട്, നിങ്ങളെ അല്ലാഹുവിന്റെ വഴികളിലേക്ക്, മൃഗതുല്യ ജീവിതം നയിച്ച നിങ്ങളെ യഥാർത്ഥ മനുഷ്യനാക്കി പടച്ചവനിലേക്ക് നയിച്ച മുഹമ്മദ് മുസ്തഫ അന്നദാസ സൊന്നതിങ്ക. പശു ഇരുന്നാല് പാല് കിട്ടും, ഗുണമുണ്ട്. ചത്താലോ തോല് കിട്ടും. നമ്മളെ കൊണ്ട് എന്താ ഗുണം? ഇരുന്നാലും നിന്നെ കൊണ്ട് ഗുണം വേണമെങ്കിൽ നീ 5 നേരം നമസ്കരിച്ച് അല്ലാഹുമായി ബന്ധപ്പെട്. ഇല്ല എങ്കിൽ മണ്ണുപോലും നിന്നെ പിരാകും, ശപിക്കും. ദുനിയാവിലും വേണ്ട, ആഖിറവും വേണ്ട. ഹസ്രത്ത് ദുനിയ വൽ ആഖിറ. നിന്നെ ഒന്ന് സുജൂദ് ചെയ്യാൻ അല്ലാഹു വിളിക്കുമ്പോൾ കഴിയില്ല സുഹൃത്തെ, കഴിയില്ല. അതുകൊണ്ട് ആ ഖുർആനാണ് നിന്നെ, ഈ മൃഗതുല്യ ജീവിതം നയിച്ച നിന്നെ മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് അതിന്റെ പ്രഥമ അധ്യായത്തിൽ തന്നെ നമ്മുടെ അല്ലാഹു തആല പറഞ്ഞത്, സംസ്കാരത്തോടുകൂടി നിനക്ക് ജീവിക്കണമോ, സ്വർഗീയ ആരാമത്തിൽ നിനക്ക് പ്രവേശിക്കണമോ, വാ എന്റെ വഴിയിലേക്ക് വാ, എന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യ്, എന്റെ മുന്നിൽ നിന്റെ നെറ്റി സമർപ്പിക്ക്, ഞാൻ നിനക്ക് എല്ലാ വഴികളും ചെയ്തു തരാം. അങ്ങനെ പ്രവാചകന്മാർക്ക് മുഴുവനും അല്ലാഹു തആല ഈ നിയമങ്ങൾ നൽകി. അതിന് ശേഷം കുറെ ആളുകൾ വന്നു. നമ്മളെ പോലുള്ള ഓബിസികള് നമസ്കരിക്കുവോ വാങ്കുളിച്ചാൽ അവരെ കുറിച്ച് അല്ലാഹു അടുത്ത് പറയാൻ പോണത്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا. ഇവർക്ക് ശേഷം വരുന്ന കുറെ ആളുകളെ സംബന്ധിച്ച് പള്ളിയുമായി ബന്ധമില്ല, നമസ്കാരവുമായി ബന്ധമില്ല, അല്ലാഹ് ആരെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പോലും അറിയില്ല. കേവലം കല്യാണത്തിനോ മരണത്തിനോ മാത്രം പള്ളിയുമായി, ഇസ്ലാമുമായി, പള്ളിയുമായി, ദീനുമായി ബന്ധപ്പെടുന്നവരെ നിങ്ങളെ കുറിച്ച് ഇതാ അല്ലാഹു പറയുകയാണ്. ഇതാ ഈ പ്രവാചകന്മാർ കൃത്യനിഷ്ഠതയോടുകൂടി അനുഷ്ഠിച്ചു പോയിരുന്ന ഈ ആരാധനകൾ അതെല്ലാം ഇതാ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇതാ കടന്നു വരികയാണ്. അവർ അവരുടെ നമസ്കാരങ്ങളെ പാഴാക്കിയവരാണ്. നബിയെ പറഞ്ഞു മനസ്സിലാക്കിക്കൊട്, ഈ നമസ്കാരത്തെ പാഴാക്കിയാൽ ഫസൗഫ യൽഖൗന ഗയ്യ. ഗയ്യ
എന്ന നരകത്തിലേക്ക് നാം അവനെ വലിച്ചു കൊണ്ടിടുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. എന്തായി ഗയ്യ്? അതിന് മുഫസ്സിരീങ്ങൾ തന്നെ പറയട്ടെ മറുപടി. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമസ്കാരക്കാരിൽ ചിലരുണ്ട് എന്താ പറയാ, അങ്ങനെ ജമാഅത്ത് നിസ്കാരം അവിടെ നടക്കും, ഇവരിങ്ങനെ കടയിൽ ഇങ്ങനെ കച്ചവടം ചെയ്തിരിക്കും. ഷാഫി മതം അനുസരിച്ച് ചെയിൻ സർവീസിന് അനുവാദമുണ്ട്. ചെയിൻ സർവീസ് എന്താ? വെറുതെ നിസ്കരിച്ചോണ്ടിരിക്കാൻ പെടലിക്ക് ഒരെണ്ണം കൊടുക്കുക, അല്ലാഹു അക്ബർ. ഇവൻ നിസ്കരിച്ചോണ്ടിരിക്കുക, അവന്റെ പെടലിക്ക് ഒരെണ്ണം കൊടുക്കുക, അല്ലാഹു അക്ബർ. ഇവന് അടുത്തതിന് വരും, ഒരെണ്ണം പെടലിക്ക് കൊടുക്കുക, അല്ലാഹു അക്ബർ. ഇങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കും. ഇതുവരെ പുകർന്നു വന്നവൻ അടുത്ത അസറിന്റെ സമയമായി, അതുവരെ ഇങ്ങനെ ചെയിൻ സർവീസ്. ഇപ്പൊ ഇഷ്ടംപോലെ ചെയിൻ സർവീസ് ഉണ്ടല്ലോ. ഇതേപോലെ ഇങ്ങനെ ജമാഅത്ത് അവിടെ നടക്കും, നമ്മളിവിടെ അലസരായി കഴിഞ്ഞുകൂടും. നിങ്ങൾക്കുള്ള പരിഹാരം നിങ്ങളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അപ്പൊ നിസ്കരിക്കാത്തവരോ, അവരുടെ കാര്യം ചർച്ച ഇല്ലല്ലോ ഇസ്ലാമിൽ. അത് പറയണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നിസ്കരിക്കാത്തവരുടെ കാര്യം പോയി കട്ടപ്പോക പറഞ്ഞിട്ട് കാര്യമില്ല. നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞിട്ട് വരുന്നവരെ കുറിച്ചായി പറയാൻ പോണത് ആ ആയത്തായത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവാണ്. പരിശുദ്ധ ഖുർആനിനെ വിശാലമായി വിശദീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് മറുപടി പറയുന്നു. ليس معنى أضاعوها تركوها بالكلية ولكن أخروها عن أوقاتها. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഒന്ന് വിശദീകരിച്ചിരണം. ഈ അല്ലാഹുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതായത് ഒരു കൂട്ടർ ഇവർക്കൊക്കെ ശേഷം വരും, ആ കൂട്ടർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഈ അല്ലാഹുഹ എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം തറക്കുഹ ബിൽ കുല്ലിയ, പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കി എന്നല്ല അർത്ഥം. ബൽ, മറിച്ച് അഖറുഹ അൻ ഔഖാതിഹ, സമയം പിന്തിവരൽ. ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിന്തി വരുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പോയാ നമസ്കരിക്കുന്നവരെ നിങ്ങളുടെ കാര്യവും തീർന്നു. നമസ്കരിക്കുന്ന സഹോദര, നിങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അബൂബക്കറിന്റെ വാക്കല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിനെ ഒന്നും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഇമാമു താബിഈങ്ങളുടെ നേതാവായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വിശദീകരിച്ചിരുന്നു. താബിഈങ്ങളുടെ നേതാവ് വിശദീകരിച്ചിരുന്നു. എന്താണ്? വഹുവ അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യഅതി അൽ അസ്ർ, വഹുവ അല്ലാ യുസല്ലി അൽ അസ്ർ ഹത്താ യഅതി അൽ മഗ്രിബ്, വഹുവ അല്ലാ യുസല്ലി അൽ മഗ്രിബ ഹത്താ യഅതി അൽ ഇശാ, وهو ألا يصلي العشاء حتى تطلع الفجر، وهو ألا يصلي الفجر حتى تطلع الشمس. فمن مات وهو مصر على هذه الحالة ولم يتب وعده الله بغي طعمه خبيث وقعره بعيد، طعمه خبيث وقعره بعيد. ഭീഷണിപ്പെടുത്തുകയാണ് ആയത്തിലൂടെയും ഹദീസിലൂടെയും ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? വഹു അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യഅതി അൽ അസ്ർ, ളുഹറിന്റെ നമസ്കാരം അസ്റിന്റെ സമയമാകുന്നത് വരെ പിന്തിക്കുന്ന സഹോദര. ളുഹറിന്റെ സമയം അവ്വൽ വഖത്ത് നമസ്കരിക്കാതെ അസ്റിന്റെ സമയം വരെ പിന്തിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് 3:45 ബാങ്ക് വിളിക്കുമ്പോൾ 3:30 വന്ന് ളുഹർ നമസ്കരിച്ച് ദിക്റും ദുആയിലും ഒക്കെ ഇരിക്കുമ്പോൾ അസ്റിന്റെ ബാങ്ക് വിളിക്കും, അതും കൂടെ ചേർത്ത് നമസ്കരിക്കുന്ന നമസ്കാരക്കാരാ, നിന്റെ നമസ്കാരം വേണ്ട, പോയി, ഔട്ട്. വഹു അല്ലാ യുസല്ലി അൽ അസ്റ ഹത്താ യഅതി അൽ മഗ്രിബ്, മഗ്രിബ് വരെ നമസ്കരിക്കാതെ കടയിൽ കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ കളിതമാശകളിൽ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന സഹോദരൻ, മഗ്രിബിന്റെ സമയമാകുമ്പോൾ ഇഖാമ ബാങ്ക് വിളിക്കാൻ കേവലം 5 മിനിറ്റ് മാത്രമുള്ളപ്പോൾ ഓടി വന്ന് ഒരു സാറ്റിസ്ഫൈ ഇല്ലാതെ, ഒരു മനസ്സിന് സമാധാനം കിട്ടാതെ പെട്ടെന്ന് ഓടി വന്നവൻ നമസ്കരിക്കുന്നു അസ്റിന്റെ വഖത്ത്. അങ്ങനെ കൈകെട്ടുമ്പോൾ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നു, നിന്റെ നമസ്കാരവും പോയി. അതേപോലെ
മഗ്രിബിന്റെ നമസ്കാരം ഇശാഇന്റെ അടുത്ത സമയം വരെ പിന്തിക്കുന്നു. ഇശാ നമസ്കാരമോ ഇല്ല, പിന്നീട് അത് രാത്രി വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒരു ഒലോടുകൂടി കിടക്കുകയും ചെയ്യാം, നമസ്കരിക്കുകയും ചെയ്യാം. അപ്പൊ ഒലോടുകൂടി കിടന്ന കൂലിയായി, നമസ്കരിച്ച കൂലിയായി. പെണ്ണും പിള്ളെ അവിടെ അങ്ങനെ കിടത്തിയിട്ട് പെണ്ണും പിള്ളയുടെ കട്ടിലെടുക്കൽ, അല്ലാഹു അക്ബർ, അവർക്ക് മയ്യത്ത് നിസ്കാരവുമായി, എന്റെ ഇശാ നിസ്കാരവുമായി. വീട്ടിൽ നല്ല സുഖം, അങ്ങനെ അങ്ങോട്ട് തോന്നും അവിടെ നമസ്കരിക്കാം. സുബഹി നമസ്കാരം നല്ല കിടന്നുറങ്ങുക. എവിടെയോ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം മുടക്കിയാൽ, അറിയാതെ ഉറങ്ങിപ്പോയാൽ രാവിലെ നിങ്ങൾ എഴുന്നേക്കുമ്പോൾ ഒന്ന് നിസ്കരിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു ഹദീസ് എടുത്തു പിടിച്ചിട്ട് കൂർക്കം വലിച്ചുള്ള ഉറക്ക. നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോ, നമ്മുടെ പൃഷ്ഠഭാഗത്ത് ചൂടടിക്കുമ്പോ, അല്ലോ 8 മണിയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടൊരു നിസ്കാരമുണ്ട്. അല്ലാഹുവേ, ഈ നമസ്കാരം ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം, ഗൾഫിൽ കിടന്ന് നല്ല ഉറക്കമാണ്. എന്നിട്ട് പറയുന്നത് 12 മണി വരെ നിന്ന്. അത് ദുനിയാവിന്റെ ആവശ്യത്തിന് നീ 12 വരെ നിന്ന്. തറാവീഹിന് വന്ന് 1 മണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ നീ നിൽക്കുവോ? ഇല്ല. നീ ദുനിയാവിന്റെ ആവശ്യം 1500 റിയാലിന് വേണ്ടിയിട്ടല്ലേ നീ 12 മണിക്കൂർ മക്കാലയിൽ നിന്നത്. എന്നിട്ട് നീ അള്ളാഹുവിന്റെ ന്യായം പറയുന്നത് സുബഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകും, 8 മണിക്ക് കടയിൽ പോകും. അപ്പോ പാന്റ് ഷൂട്ടും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡായിട്ട് അള്ളാഹ് 2 റക്അത്ത് നമസ്കാരം, എന്നിട്ട് ഒരൊറ്റ പോകും. അള്ളാഹു തആല എന്താ ഇവന് പ്രത്യേകം ഖുർആൻ ഇറക്കി കൊടുത്ത് ഇവന്റെ സുബഹിയൊക്കെ രാവിലെ 8 മണിക്ക്, ഗൾഫ് ജോലിക്കാരുടെ സുബഹിയെല്ലാം 8 മണിക്കെന്ന് അള്ളാഹു ഒരു പ്രത്യേക ഒരു ആയത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എങ്കിൽ അമ്മക്കൊന്ന് ഉറങ്ങാനാണ്. എല്ലാരും കൂസലില്ലാതെ വിദേശിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ സുഹൃത്തുക്കൾ മുറിക്കാത്ത നമസ്കരിക്കുന്നു. പള്ളിക്ക് പഞ്ഞമില്ല, പമ്പിന് പഞ്ഞമില്ല, ഈ 2 കാര്യത്തിലും പഞ്ഞമില്ലാത്ത ഗൾഫ്. തൊട്ടടുത്ത് പള്ളി കിടന്നാലും പള്ളി പോയി നമസ്കരിക്കൂല. എന്തിനാ പിന്നെ ഈ ഹദീസും ഖുർആനും എന്തിനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? നമുക്ക് നേർച്ചപ്പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാ. ഇതൊക്കെയല്ലേ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈ ഉമ്മത്ത് എന്തെങ്കിലും മനസ്സിലാക്കാത്തത്? ബാങ്ക് വിളിക്കുമ്പോൾ 1.5 സഫ് ആള് മാത്രം, ബാക്കി മുഴുവൻ മക്കളും ഇവിടെ കളിച്ചും ചിരിയിലും രസിച്ചുകൊണ്ടിരിക്കുക. എന്റെ സമുദായമേ, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി ത്യാഗം സഹിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ പറയുന്നത്. ഒന്ന് മനസ്സിലാക്ക്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ ഇങ്ങനെ നമസ്കരിച്ചാൽ ഫമൻ മാത വഹുവ മുസിറുൻ അലാ ഹാദിഹിൽ ഹാല, ഈ അവസ്ഥയിലെങ്ങാനും നമസ്കരിച്ചുകൊണ്ട് അവൻ മരിച്ചു പോയാൽ വലം യതുബ്, അവൻ തൗബ ചെയ്തില്ല, പശ്ചാത്തപിച്ചില്ല, പടച്ചവനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ അറിയാതെ നമസ്കരിച്ചു പോയതാണ്, അല്ലാഹുവേ നീ പുറത്തു തരണമെന്ന് തൗബ ചെയ്യാതെ ഇതേ അവസ്ഥയിലെങ്ങാനും മരിച്ചു പോയാൽ വഅദഹുല്ലാഹു ബിഗൈ എന്ന് പറയുന്ന നരകത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് അല്ലാഹുവോട് പറഞ്ഞത്, ഫസൗഫ യൽഖൗന ഗയ്യാ ഇല്ലാ മാ താബ വആമന വഅമില സാലിഹായ അമൽ ചെയ്ത് തൗബ ചെയ്തവർക്ക് ഈ ഭാഗം പ്രശ്നമല്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തോ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്ന എവിടെ? വഅദഹുല്ലാഹു ബിഗൈയെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? തഅമുഹു ഖബീർ, നാറ്റം ദുർനാറ്റമാണ്. വഖറുഹു ബഈദ്, അതിന്റെ ആഴം ഭയങ്കരമാണ്. ഒരു ദിവസം സഹാബാക്കൾ നബിയോടൊപ്പം മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഫസമഅനാ വജ്ബതൻ, ഞങ്ങൾ ഒരു ഘോര ശബ്ദം കേൾക്കുകയുണ്ടായി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ? അതദറൂന മാ ഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ എന്ന് നബിതങ്ങളുടെ സഹാബാക്കളോട് ചോദിക്കുമ്പോ ഖാലു, സഹാബാക്കൾ പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ മറ്റാർക്കും അറിയില്ല യാ ഹബീബല്ലാഹ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുകയാണ്, ഹാദാ ഹജർ, ഇതൊരു കല്ലാണ് സഹാബത്തെ. അർസലഹുല്ലാഹു മിൻ 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഇത് നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ലാണ്. ഫൽആന ഹീന ഇൻതഹാ ഇലാ ഖൈരിഹാ, ഇപ്പോഴാണ് അത് ഖബറിന്റെ ആഴത്തിൽ വന്നു വീണത്. ആ
ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. 70,000 വർഷം നമ്മുടെ കണക്ക് പ്രകാരം അല്ലാഹു ഒരു കല്ലിട്ട് അതിന്റെ ശബ്ദം റസൂലിനെ കേൾപ്പിച്ച് സഹാബത്തിനെ കേൾപ്പിച്ച് ഈ കരുനാഗപ്പള്ളി തെക്കേ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങളെയും കേൾപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ഖബറിൽ, ഇതാണ് നരകത്തിന്റെ ആഴം. 70 ഖരീഫ, 70 ഒരു ദിവസം അവിടുത്തെ ഇവിടുത്തെ 1000 വർഷം. അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എണ്ണുന്ന 1000 വർഷമാണ്. അങ്ങനെ 70,000 വർഷമായി ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിൽ വന്ന് വീണിട്ട്. നാറ്റമോ, നരകത്തിന്റെ നാറ്റമോ, ഇതൊക്കെ പഠിപ്പിച്ച് തരല്ലേ? ഇത് വിശ്വസിക്കലാണല്ലോ മോമിനിങ്ങളുടെ ജോലി. അതാണല്ലോ ആദ്യമേ ഞാൻ നേരത്തെ ഓതിയത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഇതൊക്കെ വിശ്വസിക്കലാണ് മുഅ്മിനീങ്ങളുടെ ജോലി. അല്ല ഒരുത്തനെ കൊണ്ടൊന്ന് മൂക്കിൽ മണപ്പിച്ചിട്ട് ഒരുത്തനെ കൊണ്ടുവന്ന് ഖബറിനകത്തൊന്ന് കാണിച്ചു കൊടുത്താണ്ട് ആഴം കണ്ടോ, ഇങ്ങനെയൊന്നും ആർക്കും കാണണ്ട. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. അവർക്ക് മാത്രമാണ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ വഅജ്റുൻ കരീം, അവർക്ക് മാത്രമാണ് മാന്യമായ മാപ്പുള്ളത്. ഈ അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കണം. മുസ്ലിം സമുദായം നിങ്ങൾ വിശ്വസിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നല്ല പഠിപ്പിക്കുകയാണ്. ഇല്ല, മരിക്കാറായി കിടക്കുമ്പോഴാണ് നീ വിശ്വസിക്കുന്നെങ്കിൽ അവരുടെ ഈമാൻ എനിക്ക് ആവശ്യമേ ഇല്ല. അള്ളാഹ് തട്ടിക്കളഞ്ഞു. ചാവാറായി കിടക്കുകയാണ്, അതുവരയ്ക്ക് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. തീരാറായപ്പോ ഇബാദത്ത്, തഖ്വ, നമ്മുടെ തൗബ. അള്ളാഹു പറയണം ആ സമയത്ത് തൗബ എനിക്ക് വേണ്ട, ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ. അപ്പൊ ഇതിന്റെ മാറ്റം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയാണ് ലൗ അന്ന റജുലൻ മിൻ അഹ്ലിൻ നാർ, നരകവാസിയായ ഒരു വ്യക്തി ഉഖ്രിജ ഇല ദുനിയാ, ദുനിയാവിലേക്ക് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ ലമാത അഹ്ലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകും. മിൻ ദഹ്ശതി മൻദരിഹി, അവന്റെ വിരൂപം കണ്ടുകൊണ്ട്, അവന്റെ വികൃതമായ വേഷം കണ്ടുകൊണ്ട്, വലതിരിഹി, അവന്റെ ദുർനാറ്റം സഹിക്കവയ്യാതെ ലമാതാഹുൽ ദുനിയ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകുമത്രേ. സുമ്മ ബകാ അബ്ദുല്ലാഹ് ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞു. ബുകാഅൻ ശദീദാ, പൊട്ടിക്കരഞ്ഞുപോയി അബ്ദുല്ലാഹി ഇബ്നു അംർ. ഇത് കേട്ട മാത്രമേ ഒരു വ്യക്തി എങ്ങാനും നരകത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോവുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചത്തുപോവുകയും ചെയ്യുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഒരു കള്ളം പോലും പറയാത്ത പ്രവാചകന്മാരാണ് ഈ റിപ്പോർട്ട് നമുക്ക് അറിയിച്ചു തന്നത്. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ ആഴവും മാറ്റവും. ആരെ ഇതിൽ പ്രവേശിപ്പിക്കുക, ആരെ ഇതിൽ പ്രവേശിപ്പിക്കുക? ഒന്നുകൂടെ കേട്ടോ. നമസ്കാരക്കാരല്ല, നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞ് വീട്ടിൽ നമസ്കരിക്കുന്നവരെ, ജമാഅത്ത് നമസ്കാരം പിന്തി വരുന്നവരെ, നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. പറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് മനസ്സിലാക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിവിടെ 3-4 ദിവസം പ്രഭാഷണം നടത്തി നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടി അമൽ ചെയ്യാൻ എന്നുള്ള ആ നല്ല നീയത്തോടെ നമ്മൾ പോകാൻ. അല്ല മുസ്ലിയാരുടെ പ്രസംഗം ഒന്നും ആരും വിലയിരുത്തണ്ട. ആരും മുസ്ലിയാർ അങ്ങനെ ഇന്നലത്തെ പ്രസംഗം അതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. അള്ളാഹു റസൂലും പറഞ്ഞത് ഈ അറിവില്ലാത്ത സാധുക്കൾ മനസ്സിലാക്കുക. കിതാബുകളുടെയും ഹദീസിന്റെ അകത്തും അങ്ങനെ ഇരിക്കുക, അടിക്കി വെച്ചേക്കുകയാണ്. ഇതൊന്നും മനസ്സിലാകുന്നില്ല ഈ ഉമ്മത്തിന്. ഇത് പറഞ്ഞു കൊടുത്താലല്ലേ നാളെ മുതലെങ്കിലും ഈ ശഅബാൻ തൗബയുടെ മാസത്തിൽ പള്ളിയുമായി ബന്ധപ്പെടാൻ നമുക്കൊരു താല്പര്യമുണ്ടാകൂ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിനാണ് ഈ ഹദീസ് ആയത്തുകൾ മുദ്രിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. പടച്ചവൻ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മഗ്രിബിൽ ഓതുന്ന ഒരു ചെറിയ സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ يحض على طعام
ഫവൈലുൽ ലിൽമുസല്ലീൻ ഫവൈലുൽ ലിൽമുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഈ ആയത്തിലൂടെ മഗ്രിബ് നമസ്കാരത്തിൽ ഉസ്താദുമാർ ഓതുമ്പോൾ, ഇമാമിങ്ങളിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അവർ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൂറത്താണ്, ആയത്താണ്. ഇതിലെ ഒരു സൂക്തമാണിത്. ഫവൈലുൽ ലിൽമുസല്ലീൻ. നമസ്കരിക്കുന്ന സഹോദരാ, എന്റെ സഹോദരി, നിനക്ക് വൈല് എന്ന് പറയുന്ന ഒരു ചെരുവെന്ന് പറയുന്ന ഭയങ്കരമായ നരകമുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയ പാടെ സഹാബക്കളാകെ ഞെട്ടിപ്പോയി. നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ, നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞ ഈ ആയത്ത് നബിയെ ആരെ കുറിച്ച് ഇറങ്ങിയതാണ്, എന്തിന്റെ പേരിൽ ഇറങ്ങിയതാണ് എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകരോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദാ ലിമൻ, ഇതൊരുവന് വേണ്ടി ഇറങ്ങിയതാണ്. യുഅഖിറുഹാ അൻ ഔഖാതിഹാ, നമസ്കാരത്തെ പിന്തി വരുന്നവർക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അതാണല്ലോ സാഹൂൻ, അലസത കാണിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് പിന്നെ നിസ്കരിക്കാൻ സമയമുണ്ട്, ഉസ്താദ് ഇരിപ്പുണ്ട്, നമുക്ക് ഇവരെല്ലാം കൂടെ ഇമാമത്തേക്ക് നമുക്ക് പിന്നെ നിസ്കരിക്കാം. നമസ്കാരത്തിന് അലസത. അങ്ങനെ തോന്നുന്ന നമസ്കരിക്കണ്ട. അല്ലാഹു പറഞ്ഞെന്താ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സമയം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, കൃത്യമായി നിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സമയം ഞാൻ നിർണയിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ഇഷ്ടത്തിനല്ല പോയി നമസ്കരിക്കേണ്ടത്, അല്ലാഹു പറയാണ്, ഞാനല്ല. കേട്ടോ, അല്ലാഹു പറയാണ്, നിന്റെ ഇഷ്ടത്തിനല്ല നമസ്കരിക്കേണ്ടത്, ഞാൻ സമയം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് നമസ്കരിക്കുക. ഇതാ റസൂലുള്ളാഹി ഇവിടെ വിശദീകരിച്ചത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ ലിമാ തഹാവനൂ ബിസ്സലാ. നമസ്കാരം കൊണ്ട് കളിക്കുന്നവർ, നമസ്കാരത്തെ അലംഭാവത്തോടെ, അലസതയോടെ, അവജ്ഞയോടുകൂടി കാണുന്നവർ, അവരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല സമ്മാഹും മുസല്ലീൻ, നബി തങ്ങൾ പറയാണ് അവരുടെ പേര് മുസല്ലീൻ, നമസ്കരിക്കുന്നവരെന്നാണ്. അവരുടെ പേരും നമസ്കരിക്കുന്നവരെന്നാണ്. അല്ലാഹു ഇവർക്കാണ് ഈ വൈൽ എന്ന് പറയുന്ന നരകം റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കുകയാണ്. നരകത്തിലെ ഒരു വലിയ ചെരുവാണത്, ഒരു വലിയ ചെരുവാണത്. ദുനിയാവിലെ പർവ്വതങ്ങളെങ്ങാനും കെട്ടി വലിച്ച് അതിനകത്തുകൂടെ വലിച്ചു കൊണ്ടുപോയാൽ, ദുനിയാവിലെ പർവ്വതങ്ങളെ ആ വൈലെന്ന് പറയുന്ന നരകത്തിലേക്ക്, ഏത് വൈല്? നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വൈലെന്ന നരകത്തിലേക്ക് ഈ പർവ്വത സാനുക്കളെ വലിച്ചു കൊണ്ടുപോയാൽ ആ നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ ഈ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകും, ഭസ്മമായി പോകും, അതെല്ലാം അതിൽ ചേർന്ന് ലയിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക്? ജമാഅത്ത് നമസ്കാരം കളഞ്ഞ് നമസ്കാരത്തെ പിന്തി വരുന്ന സഹോദര, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജമാഅത്ത് നമസ്കാരത്തെ പിന്തി വരുന്നവർ, നമസ്കരിക്കാത്തവരുടെ കാര്യവും നമസ്കരിക്കാത്തവരുടെ കാര്യവും ഞാൻ എങ്ങനെ പറയും? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്ഹാബിഹി, തന്റെ സഹാബാക്കളോട് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയ്യൻ വലാ മഹ്റൂമാ. റസൂലുള്ളാഹിയുടെ ദുആയാണ്, സ്വീകരിക്കുകയില്ലേ സുഹൃത്തേ? റസൂലുള്ളാഹിന്റെ ദുആ സ്വീകരിക്കുകയില്ലേ? ഈ പരിശുദ്ധമായ ശഅബാനിന്റെ അവസാനത്തെ രാവിലാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചത്. മുസ്ലിം ലോകമേ, സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉഹ്ലുറുൽ മിമ്പർ, മിമ്പറിന്റെ അരികിലേക്ക് ഓടിവരിൻ, മിമ്പറിന്റെ അരികിലേക്ക് ഓടിവരിൻ എന്ന് റസൂലുള്ളാഹി വിളിച്ചു. എല്ലാ സഹാബാക്കളും മിമ്പറിന്റെ അരികിലേക്ക് ഓടിയെത്തി. ഫഹവർനാ, ഞങ്ങൾ മിമ്പറിന്റെ അരികിലേക്ക് ഓടി
ഓടിയെത്തി. ഫലമ്മർതഖൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ദറജത, ഒന്നാമത്തെ പടിയിലേക്ക് റസൂലുള്ള കാലെടുത്ത് വെച്ചപ്പോൾ ഖാല റസൂലുള്ള പറഞ്ഞു ആമീൻ. ഫലമ്മർതഖൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ദറജത സാനിയ, രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആമീൻ. ഫലമ്മർതഖൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ദറജത സാലിസ, മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ് ആമീൻ. ഫലമ്മാ നസല മിനൽ മിമ്പർ, മിമ്പറിൽ നിന്ന് റസൂലുള്ള താഴേക്ക് ഇറങ്ങി. സഹാബാക്കൾ ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉഹു ഖബൽ. നബിയേ, എത്രയോ പ്രാവശ്യം അങ്ങയോടൊപ്പം ഈ മിമ്പറിന്റെ ഓരത്ത് ഞങ്ങൾ തടിച്ചുകൂടിയവരാണ്, അങ്ങ് മിമ്പറിലേക്ക് കയറാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം മിമ്പറിൽ കയറിയപ്പോൾ ഓരോ പടിയിലും കയറി ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ. ശഅബാനിന്റെ അവസാനത്തെ രാവുകളാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞത് എന്തെന്നറിയാനുള്ള ആവേശമായി പോയി സഹാബാക്കൾക്ക്. ബഹുമാനപ്പെട്ട പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഏ സഹാബത്തെ, ഇന്ന ജിബ്രീല ഖദ് അറളലി, ജിബ്രീൽ എന്നെ വിളിച്ചു കൊണ്ടുവന്ന് മിമ്പറിലേക്ക് കയറാൻ പറഞ്ഞു. മിമ്പറിൽ കയറിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ ഖബൂലിയത്താണ് എന്നതിന്റെ തെളിവാണ് സഹോദര. ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് എന്നെ വിളിച്ച് എന്നെ ക്ഷണിച്ച് മിമ്പറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. ആ മിമ്പറിന്റെ പടിയിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ജിബ്രീൽ എന്റെ ഉമ്മത്തിന് എതിരെ പ്രാർത്ഥിക്കുകയാണ് സഹാബത്തെ. ഫലം യുഗ്ഫർ ലഹു ഖുൽതു ആമീൻ. പരിശുദ്ധമായ റമളാൻ സമാഗതമാകാൻ പോകുന്നു. ശഅബാനിന്റെ രാവുകളിലാണ്. ശഅബാനിന്റെ രാപ്പാലുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഒരു ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ രാവിലാണ് പരിശുദ്ധ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ സഹാബാക്കളെ അഭിസംബോധന ചെയ്ത് റസൂലുള്ള പറഞ്ഞത് ബഅദമൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. പരിശുദ്ധ റമളാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, കോപമുണ്ടാകട്ടെ, അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂരം പ്രാപിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ സഹാബത്തെ ഗത്യന്തരമില്ലാതെ ഖുൽതു, ഞാൻ പറഞ്ഞുപോയി ആമീൻ. ഈ ദുആ ഒന്ന് സ്വീകരിക്കണേ എന്റെ റബ്ബേ. ലോകൈക ഗുരുവിന്റെ പ്രാർത്ഥനയാണ്, ആ ഹബീബിന്റെ ദുആയാണ്. ആ ഹബീബ് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാത്ത ഒരു ദിവസമുണ്ടോ, ഒരു സമയമുണ്ടോ, ഒരു നിമിഷമുണ്ടോ? ആ റസൂലിന്റെ ദുആയ്ക്ക് ഇജാബത്ത് അല്ലാഹു നൽകിയെങ്കിൽ സുഹൃത്തെ, ആ റസൂൽ രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു നബിയെ, അങ്ങയുടെ പേര് കേട്ടിട്ട് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവരും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ സഹാബത്തെ ഖുൽതു, ഞാൻ പറഞ്ഞുപോയി ആമീൻ. പടച്ചവനെ, നീ ഇത് സ്വീകരിക്കണേ. ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആമിന അബ്ദുള്ളയുടെ പൊന്നോമനയാണ്, ജിബ്രീലിന്റെ സതീർത്ഥ്യനാണ്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അവിടുത്തെ ഇജാബത്താണ്, അവിടുന്ന് പറയുന്ന ആമീനാണ്. ഫലമ്മാ റഖീതു സാലിസ, മൂന്നാമത്തെ പടിയിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു ബൗദമൻ നദറക അബവൈഹി കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ആർക്കെങ്കിലും വന്യവയോധികരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് കിഴവനോ കിഴവിയോ ആയ വൃദ്ധകളായ വൃദ്ധന്മാരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ ആർക്കെങ്കിലും നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവനും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞുപോയി ആമീൻ. അടച്ച തമ്പുരാനെ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ മഗ്ഫിറത്ത് നിഷേധിക്കപ്പെട്ടവർ അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഞങ്ങളുടെ ഇടയിൽ നീ അവരെ ജീവിക്കാൻ അനുവദിക്കല്ല അല്ലാഹ് എന്ന്
എന്നിട്ട് ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, മനിശ്ശഖിയുൽ മഹ്റൂം അതദറൂന മനിശ്ശഖിയുൽ മഹ്റൂം? സഹാബത്തെ, ആരാണ് ഞാൻ ഈ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് റസൂലുള്ള നബി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്നു. ആരാണെന്നറിയുമോ? ഖുൽനാ ഖാലു, അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കൂട്ടർ താരിഖുസ്സലാ, നമസ്കാരം ഒഴിവാക്കിയവർ. റസൂലുള്ളാഹി ദുആ ചെയ്ത ഈ കൂട്ടരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നീ വെച്ച് പൊറുപ്പിക്കല്ല അല്ലാഹ്. നബിതങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിന്റെ അടുത്തിരുന്ന് ദുആ ചെയ്ത ദുആയാണ്. അവരാണ് ശഖിയും മഹ്റൂം. ഓരോ പള്ളികളിലും ദുആ ചെയ്യാറുണ്ട്. ഇത് റസൂലുള്ളാഹി ചെയ്തത് ആരെക്കുറിച്ച്? നമസ്കാരവുമായി ബന്ധമില്ലാത്തവർ. എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും പറയാണ്, അന്നഹു മൻ യസ്വദ് അവ്വലു മൻ യസ്വദ് വുജൂഹു താരിഖിസ്സലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി മുഖം വിവർണമാകുന്നത്, മുഖം കറുക്കുന്നത്, കറുത്ത് കരിച്ച് കരിവാളിച്ചു പോകുന്നത് ആരുടെ എന്നറിയുമോ സഹാബത്ത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, താരിഖിസ്സലാ, നമസ്കാരം ഒഴിവാക്കിയവരുടെ മുഖം നാളെ കറുത്ത് കരിവാളിച്ചു പോകും ഖിയാമത്തിന്റെ നാളിൽ. തീർന്നില്ല, വീണ്ടും റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, വഇന്ന ഫീ ജഹന്നമ വാദിയൻ, നരകത്തിൽ ഒരു പ്രത്യേകമായ ചെരുവുണ്ട്, യുഖാലു ലഹാ ലംലം, അതിന് ലംലം എന്നാണ് പേര് പറയുന്നത്. ഫീഹി ഹയ്യാത്ത്, അതിൽ ഒരുപാട് പാമ്പുകളുണ്ട്, ഒരുപാട് പാമ്പുകളുണ്ട്. പാമ്പിന്റെ കുല്ലു ഹയ്യത്തിൻ ഫിഖനു റഖബത്തിൽ ബഈർ, ഓരോ പാമ്പിന്റെയും വണ്ണം ഫിഖനു റഖബത്തിൽ ബഈർ, ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ വണ്ണിച്ചതാണ്. ആ പാമ്പിന്റെ നീളം മസീറത്തു ഷഹർ, ഒരു മാസം വഴിദൂരമാണ്. നമസ്കാരമില്ലാത്തവനെ അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും, അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. അവന്റെ ശരീരത്തിലൂടെ ആ വിഷം ഇങ്ങനെ ഇറങ്ങുമ്പോൾ 70 വർഷക്കാലത്തോളം അവന്റെ ശരീരത്തിൽ അതിന്റെ വിഷമിങ്ങനെ തിളച്ചുകൊണ്ടവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഭൂമിക്കടിയിലേക്ക് അവൻ താഴ്ന്നു നിലവിളിക്കും. പിന്നീട് കുറേശ്ശെ അവന്റെ ശരീരത്തിന്റെ ഒട്ടിച്ചേർന്നിരിക്കുന്ന മാംസതളങ്ങളെല്ലാം അടർന്നടർന്ന് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആരെ കുറിച്ചാണ്? അവന്റെ മുഖമാണ് നാളെ വിവർണമായിരിക്കുന്നത്, അവന്റെ മുഖം വിരൂപമായിരിക്കും, കറുത്ത് കരുവാളിച്ചിരിക്കും. അവന് രക്ഷയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് വരികയാണ്. ഇന്ന ഇംറാഅത്തൻ മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ജാഅത്തില മൂസാ അലൈഹിസ്സലാം, മൂസാ നബിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് മൂസാ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകനെ, ഖദ് അദ്നബ്തു ദൻബൻ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അലീമ, അത് വലിയ തെറ്റായി പോയി. അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ഫദ്ഉലി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയ്യഗ്ഫിറലി വയതൂബ അലയ്യ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഈ പശ്ചാത്താപം സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വതുബ്തു ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ തൗബ ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് പ്രവാചകരെ അങ്ങോട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു സഹോദരി വന്ന് മൂസാ നബിയെ സമീപിച്ചുകൊണ്ട് പറയുമ്പോൾ ഖാല മൂസാ അലൈഹിസ്സലാം ലഹാ, അവളോട് മൂസാ നബി ചോദിച്ചു, വമാ ദംബുകി, എന്താണ് നിന്റെ പാപം? നീ ഇത്രയും വലിയ പാപം ചെയ്ത് തൗബ ചെയ്തല്ലോ, എന്താ ആ പാപം? അവൾ പറയുകയാണ്, സനയിത്തു, ഞാൻ വ്യഭിചരിച്ചു, വലത്തു വലതൻ, ഒരു കുട്ടിയെ അതിലൂടെ പ്രസവിക്കുകയുണ്ടായി, ഫഖതൽതുഹു, ഞാൻ അവനെ കൊന്നുകളഞ്ഞു. ഖാല മൂസാ അലൈഹിസ്സലാം, കേട്ട മാത്രയിൽ മൂസാ നബി പറഞ്ഞു, ഉഖ്റുജി ഉഖ്റുജി ഉഖ്റുജി, ഇറങ്ങി പോടി പെണ്ണെ എന്റെ മുന്നിൽ നിന്ന്. ലാ തൻസിലു നാറും മിനസ് സമായി ഫതുഹ്രിഖുനാ, നീ ചെയ്ത ഈ കൊടും അപരാധത്തിന്റെ പേരിൽ ആകാശത്തു നിന്ന് തീ കട്ടയെങ്ങാനും ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ ഈ പാപത്തിന്റെ പേരിൽ ഞങ്ങളെ അല്ലാഹു കത്തിച്ച് കളയാതിരിക്കട്ടെ. ഫഖറജത് മുൻകസിറത്തൽ ഖൽബ്, വളരെ വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് പൊട്ടിപ്പോയ ഹൃദയവുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിൽ നിന്ന് ആ സഹോദരി അങ്ങനെ മടങ്ങിപ്പോവുകയാണ്. അതാ വരുന്നു നസലൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം.
ജിബ്രീൽ എന്ന മാലാക ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹു യഖൂലു ലക്, ഏയ് മൂസ നിന്നോട് അല്ലാഹു ചോദിക്കുകയാണ്, ഏ മൂസ അല്ലാഹു നിന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഒരു പെണ്ണിനെ നിന്റെ അടുക്കലേക്ക് വന്ന നിന്റെ അടുക്കലേക്ക് വന്ന പെണ്ണിനെ, തൗബ ചെയ്ത പെണ്ണിനെ, പശ്ചാത്തപിച്ച പെണ്ണിനെ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ പെണ്ണിനെ എന്തേ മൂസ നീ അത് തിരിച്ചു വിട്ടത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ വല്ലാണ്ട് വിഷമിച്ചു പോയി. ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, ഞാൻ ചെയ്തത് അപാകതയായി പോയല്ലോ എന്ന് ഖേദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അമാ വജത്ത ശർറൻ മിൻഹാ, അതിനേക്കാൾ കൊടും പാപം ചെയ്ത വൃത്തികെട്ടവർ നിന്റെ നാട്ടിലുള്ളപ്പോൾ പശ്ചാത്തപിച്ച് അല്ലാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിയ പാവപ്പെട്ട പെണ്ണിനെ നീ എന്തിനാണ് പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാൾ വമൻ ഹുവ ശർറും മിൻഹാ, അതിനേക്കാൾ വലിയ കൊടുംപാതകം ചെയ്തത് ആരാണ് ജിബ്രീലേ എന്ന് ചോദിച്ചപ്പോൾ ഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മയ്യതുറുകുസ്സലാത്ത ആമിദം മുതഅമ്മിദാ, അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുന്നവർ വ്യഭിചാരികളെക്കാളും കൊടുംപാവികളാണ്. അവർ കൊടുംപാവികളാണ് മൂസ. അവർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം അള്ളാന്റെ റഹ്മത്ത് അവൻ പിടിച്ചെടുക്കും മൂസ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കാരമില്ലാത്തവരെ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ്. മനസ്സിലാക്കിക്കോ, ഇതിനെ വിശദീകരിച്ച് ഉലമാക്കൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ സുറുആത്തുകളിൽ ബർക്കത്ത് വേണമോ, ഫൽയുഖ്രിജ് മിൻഹാ താരിഖസ്സലാ, ആ ഗ്രാമത്തിൽ നിന്ന് നമസ്കാരമില്ലാത്തവരെ നിങ്ങൾ ആട്ടി പുറത്താക്കണം. അങ്ങനെ ആട്ടി പുറത്താക്കിയാൽ നിങ്ങളുടെ സസ്യങ്ങളിലും വൃക്ഷങ്ങളിലും കൃഷികളിലും കച്ചവടങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഉലമാക്കൾ വ്യാഖ്യാനിക്കുന്നു. വീണ്ടും ഹദീസിൽ വരുന്ന ഒരു സംഭവം, ഒരു സഹാബിയുടെ ഭാര്യ ഒരു സഹാബിയുടെ സഹോദരി മരിച്ചുപോയി. അദ്ദേഹം അങ്ങനെ വരികയാണ്, ആ സഹാബത്തിനെ, ആ സഹോദരിയെ കബറടക്കുകയാണ്. ഫസഖത മിൻഹു കീസും മിൻ മാലിഹി ഫീഹി മാലുൻ, സമ്പത്തുള്ള ഒരു ചെറിയ ഒരു ഭണ്ഡാരം, ഒരു ചെറിയ സഞ്ചി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കബറിലേക്ക് വീണുപോയി. സഖത, അതിങ്ങനെ കബറിലേക്ക് വീണുപോയി. കാര്യം ഫലം യശ്ഉർ അഹദും, ആരും അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കി കൊടുത്തുമില്ല, പറഞ്ഞതുമില്ല. അവരെല്ലാവരും മണ്ണിട്ട് മൂടി, എല്ലാവരും ഇൻസറഫു മടങ്ങിപ്പോയി. ഇദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ ഫലമ്മാ ദുഃഖിറ, അത് ഓർമ്മ വന്നപ്പോൾ ജാഅ ഇലാ ഖബരിഹാ, തന്റെ സഹോദരിയുടെ കബറിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഫനബശ, കബറിങ്ങനെ മാന്തി. കബർ മാന്തിയപ്പോൾ ഫവജദ ഇൻദഹാ നാറാ, കബറിങ്ങനെ എരിയുകയാണ്, കബറിങ്ങനെ എരിയുകയാണ്. ഫറദ്ദ തുറാബ്, അദ്ദേഹം മണ്ണതിലേക്ക് വാരിയിട്ടുകൊണ്ട് ഓടുകയാണ്. തന്റെ ഉമ്മയുടെ അരികിലേക്ക് ഓടിയിട്ട് പറയുന്നു, യാ ഉമ്മ, നെടുവീർപ്പിട്ടുകൊണ്ടുള്ള അറബികളുടെ വിളിയാണ് ഉമ്മാ, വൈലത്താ, യാ അബാ, അങ്ങനെ വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്. ഉമ്മാ, മാ കാനത അമലു ഉഖ്തി, എന്റെ സഹോദരി എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് ഉമ്മ? ഉമ്മ ഉടനെ ചോദിച്ചു, കാലത്ത് എന്തേ വമാ സുആലുക, എന്തേ നീ ഇപ്പോൾ നിന്റെ സഹോദരിയെ കുറിച്ച് ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ കാലത്ത് ആ ഉമ്മ, കാല, ആ സഹോദരൻ പറയുകയാണ്, ഉമ്മ, എന്റെ കയ്യിലിരുന്ന കീസ് കബറിൽ വീണുപോയി. ഫനബസ്തു ഖബറഹ, ആ കബറിലെ മണ്ണ് ഞാൻ ഇങ്ങനെ മാറ്റിയപ്പോൾ ഇന്നന്നാറ യസ്തഇലു അലൈഹ, ആ കബറിനെയും അവളെയും തീ വലയം ചെയ്തിരിക്കുകയാണ് ഉമ്മ. ഫബകത്ത്, ഉമ്മയും ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞുപോയി. ഉടൻ തന്നെ പറയുകയാണ്, മോനെ, അവൾ ഒരു തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അവൾ നമസ്കാരത്തിൽ അലസത കാണിക്കുകയും ആ സമയത്ത് നമസ്കരിക്കാതെ പിന്തി നമസ്കരിക്കുകയും ചെയ്യുന്നവളാണ്. ആ ഒരു തെറ്റ് മാത്രമേ അവളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. സഹോദര, ഓർക്കൂ സഹോദര, നമസ്കാരമില്ലാത്തവരെ, ജമാഅത്തിൽ പങ്കെടുക്കാത്തവരെ, ബാങ്ക് വിളി കേട്ടിട്ട് ഉത്തരം നൽകാത്തവരെ, കൂസലില്ലാതെ കിടന്നുറങ്ങുന്നവരെ, അലംഭാവത്തോടെ കച്ചവടം ചെയ്യുന്നവരെ, നമസ്കാരത്തിൽ പിന്തുവരുന്നവരുടെ കബറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ
കൈഫ മൻ യത്റുകു സ്വലാഹ് ഹാദാ ഹാലു മൻ തറകൽ ജമാഅ. ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയവളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഫകൈഫ ഹാലു മൻ തറക സ്വലാഹ്, നമസ്കാരം ഒഴിവാക്കിയവന്റെ അവസ്ഥ എന്താണ്? പറയേണ്ടതുണ്ടോ? മഹാനായ ഉമറുൽ ഫാറൂഖിന് കുത്തേറ്റപ്പോൾ, ഉമറിന് കുത്തേറ്റപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീണ് പിടയുകയാണ്, വേദന കൊണ്ട് പിടയുകയാണ്. ഖീലലി അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനോട് പറയപ്പെട്ടു, അസ്സലാഹ് 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 യാ അമീറുൽ മുഅ്മിനീൻ. ഓരോ സഹാബാക്കളുടെ ആവേശം എന്തെന്ന് മനസ്സിലായോ? അവർ മരിക്കുന്ന വേളയിൽ നമസ്കാരം പൂർത്തിയാക്കി നമസ്കരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് പള്ളിയിൽ കിടക്കുമ്പോൾ സഹാബാക്കൾ വിളിച്ചു പറയുന്ന അസ്സലാഹു അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ നമസ്കാരം 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 എന്ന് പറഞ്ഞപ്പോൾ നഅം പതുക്കെ എഴുന്നേൽക്കുകയാണ്. മുറിയിൽ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് പറയുകയാണ്, നഅം ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ ലാ സ്വലാത ലഹു. ആരെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ജീവിച്ചിട്ട് അവൻ ജീവിക്കുന്നത് വെറുതെയാണ്, അവന് നമസ്കാരമില്ല എങ്കിൽ അവന് ഒരു ഹല്ലും ഇസ്ലാമിലില്ല. രക്തം ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുറിവിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ അവസ്ഥയിൽ അതേ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിക്കുകയാണ്. അതേ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിച്ച് പൂർത്തിയാക്കിയെന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് പറഞ്ഞ എന്താ അവസ്ഥയിൽ നിസ്കരിക്കാത്തവർക്ക് ആ മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്തും പറഞ്ഞത് ചാൻസ് ഇല്ല. ഈ നമസ്കാരമില്ലാതെ മരിച്ചുപോയാൽ സുഹൃത്തുക്കളെ എന്തായിരിക്കും നിന്റെ മരണത്തിന്റെ ആ അന്ത്യസമയം? ഏതവസ്ഥയിലായിരിക്കും? എങ്ങനെ റൂഹ് പിടിക്കും? എങ്ങനെ റൂഹ് പിടിക്കുക? മലക്കൾ വരുന്ന രൂപം വല്ലാത്ത രൂപമാണ്, പറയാൻ സമയമില്ല. വല്ലാത്ത രൂപമാണ്. മലക്കൾ ഇങ്ങനെ വരും റൂഹിനെ പിടിക്കാൻ. ആര്? പള്ളിയുമായി, ഇബാദത്തുമായി, നമസ്കാരവുമായി, നോമ്പുമായി ബന്ധമില്ല മുസ്ലിം സഹോദരി, ഒരു ദിവസം നീ എവിടെയെങ്കിലും കിടന്ന് മരിക്കുമ്പോൾ മലക്കുകളുമായി നീ കുറച്ച് വഴക്കുണ്ടാകും, മലക്കുകളുമായി നീ ഒരു വാഗ്വാദം നടത്തും. നബിയേ, അല്ലാഹു തആല പറയാണ്, അതൊന്ന് കണ്ടിരുന്നെങ്കിൽ നബിതങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഒരു ദിവസം പള്ളിയിൽ വന്നിരുന്നിട്ട് ആയത്ത് ഓതി ഇങ്ങനെ കരയാൻ തുടങ്ങി. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ്. മരിക്കാറായി കിടക്കുന്നവന്റെ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പറിന്റെ അടുത്തിരുന്നപ്പോൾ ഓതിയിട്ട് സഹാബാക്കളെ അറിയിക്കുകയാണ്, ഏയ് സഹാബത്തെ, നിങ്ങൾക്ക് അല്ലാഹു കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കല്ലാ ഇദാ ബലഗതിൽ ഹുൽഖൂം. തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങളുടെ റൂഹ് വരുമ്പോൾ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കിയ സമയത്ത് അവരുമായി ഒരു ചങ്ങാത്തം, ഒരു അടിപിടി, ഒരു പിടിവലി, ഒരു വഴക്ക്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്ന വേളയിൽ വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടിക്കൊണ്ട് പറയും, അഖ്രിജൂ അൻഫുസകും, നിന്റെ ആത്മാവ് ഇങ്ങെടുക്കടാ എന്ന് വലിച്ചു ബഹളം പിടിച്ചുകൊണ്ടാണ് ഈ മലക്കുകൾ അവനെ സമീപിക്കാൻ വരിക. ബാസിതു ഐദിയഹും അഖ്രിജൂ അൻഫുസകും. നബിയേ, ആ രംഗം വലൗ തറാ അങ്ങ് കണ്ടിരുന്നെങ്കിൽ ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായിക, മലക്കുകൾ ഇവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് അവർ അടിക്കും, പ്രഹരിക്കും, അവരുടെ മുതുകത്ത് അടിക്കും, പ്രഹരിക്കും. അവരിങ്ങനെ വല്ലാണ്ട് നിലവിളിച്ച് കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു രംഗം വലൗ തറാ, നബിയെ അങ്ങ് കണ്ടിരുന്നെങ്കിൽ, സഹിക്കാൻ പറ്റൂല. നബി അങ്ങ് കണ്ടിരുന്നെങ്കിൽ വലൗ തറാ ഇദൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദിഹിം അഖ്രിജൂ അൻഫുസകും. എന്നിട്ട് പറയും, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ,
بما كنتم تقولون على الله غير الحق وبما كنتم تستكبرون وبما كنتم تكسبون അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്തതൊക്കെ നീ പറഞ്ഞില്ലേ, നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വന്നില്ലല്ലോ, അതിന്റെ ഒക്കെ പരിഹാരം നിനക്ക് ദാ ഇപ്പൊ തരാൻ പോവുകയാണ്. ഇപ്പൊ കണ്ടോ, ഇപ്പൊ പിടിച്ചോ, ഇതാ പിടിച്ചോ. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ രംഗം വീട്ടുകാർക്ക് കാണാൻ പറ്റൂല. നമ്മളിങ്ങനെ കിടക്കും, വല്ലാത്ത അവസ്ഥയായിരിക്കും. ആ സമയത്ത് മലക്കുകൾ വന്ന് നമ്മളോട് കാണിക്കുന്ന ഓരോ രംഗങ്ങളാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليكم അല്ലാഹു തആല പറയാണ്, അവന്റെ റൂഹ് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ വഅൻതും ഹീനഇദിൻ തൻളറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിയല്ലേ? മരിക്കാറായി കിടക്കുന്നവന്റെ അരികത്ത് നമ്മളെല്ലാവരും വാപ്പാടെ അടുക്കൽ, വാപ്പ മരിക്കാൻ പോവാ, നമ്മളെല്ലാരെയും വിളിച്ചിരുത്തിയൊക്കെ ഓതും, ദുആ ചെയ്യും. വാപ്പായും മലക്കളും തമ്മിലുള്ള ബന്ധം, അവസ്ഥ എന്തെന്നറിയാൻ പറ്റുമോ? വല്ലാത്ത പിടുത്തവാ മോനെ, വല്ലാത്ത പിടുത്തവാ. റസൂലുള്ളാഹിയെ പോലും വെറുതെ വിട്ടോ? റസൂലുള്ളാഹിയെ പോലും പിടിച്ചപ്പോ റസൂലുള്ളാഹി ദുആ ചെയ്തെന്താ? അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ്, ആത്മാവിനെ നീ പിടിക്കുന്നത് മിനൽ അസബി വൽ ഖസബി വൽ അനാമിലി, അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത്ത് വഹവ്വിൻഹു അലയ്യ. അല്ലാഹ് നീ മജ്ജയിൽ നിന്നും, മജ്ജയും മാംസത്തിൽ നിന്നും, എല്ലുകളെ പൊരിഞ്ഞിരിക്കുന്ന മാംസത്തിൽ നിന്നും, ആ എല്ലിനകത്തുള്ള മജ്ജയിൽ നിന്നും, വിരലിന്റെ അറ്റങ്ങളിൽ നിന്നും, ഓരോ വിരലുകളുടെ അഗ്രത്തിൽ നിന്നുമാണ് നീ റൂഹ് പിടിക്കുന്നത്. അല്ലാഹ്, അത് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ ഫഅഇന്നി, എന്നെ ഒന്ന് സഹായിക്കണേ അല്ലാഹ്. നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവോട് യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അവസാനത്തെ സമയത്ത്. അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത്ത്, അല്ലാഹ് എന്നെ ഒന്ന് സഹായിക്കല്ലാ. വഹബ്ബിൻഹു അലയ്യ, ആ സക്കറാത്ത് എളുപ്പമാക്കി താ അല്ലാഹ്. ലോകത്തിന്റെ ഗുരുഭൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തോട് മല്ലടിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി ദുആ ചെയ്തതാണ്, വേദന സഹിക്കവയ്യാതെ ദുആ ചെയ്തതാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ് സക്കറാത്തുൽ മൗത്ത്, മുഹമ്മദിന്റെ മേൽ സക്കറാത്തുൽ ഹാൽ, സക്കറാത്തുൽ മൗത്ത് ഒന്ന് എളുപ്പമാക്കി താ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ ദുആ ചെയ്തെങ്കിൽ മലക്കുകളുടെ ആ രംഗം, ആ വിരൂപമായ രൂപം, ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മലക്കുകൾ ആ വരുന്ന രംഗം, ഫയഅതിയാനിഹി, അവനിലേക്ക് മലക്കുകൾ വരും. അവന്റെ രണ്ട് കണ്ണിൽ, ആ മലക്കുകളുടെ മുഖത്ത് അവന്റെ രണ്ട് തേറ്റപ്പല്ലുകൾ കൊമ്പുപോലത്തെ പല്ലുകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട് നേരെ അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ, ഇല്ല പിടിക്കല്ലേ, അല്ലാഹുമ്മ അഖിർനി. അവിടെ നമ്മൾ കുറെ ദുആ ചെയ്യും എന്റെ സുഹൃത്തെ. ആ ദുആയും കൂടെ കേട്ടിട്ട് നമുക്ക് പ്രസംഗം നിർത്താം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും അല്ലാഹുവിനോട്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാന്റെ ദർബാറിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവനെ നേരിൽ കാണുമ്പോൾ നമ്മൾ അവനോട് കെഞ്ചി ചോദിക്കുന്ന 4 രംഗങ്ങളുണ്ട്. കെഞ്ചി ചോദിക്കും. ഈ സമയത്തൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എന്തെല്ലാം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് നമ്മൾ പോയിട്ട് കഞ്ചും. ഒന്നാമതായി അവനോട് യാചിക്കും പോയി, റബ്ബനാ അമതനാ സ്നതൈൻ ഫഅഹയൈതനാ സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ലനാ ഖുറൂജിൻ മിൻ സബീൽ. തീർന്നു, ഞാൻ നിർത്താൻ പോയാണ്. ഈ ഒരു 4 സന്ദർഭം ഒന്നും മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും നമ്മൾ ചെയ്യാൻ തോന്നുമല്ലോ. അള്ളാന്റെ അടുക്കൽ യാചിക്കുന്ന രംഗം, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, യാചിക്കുന്ന രംഗം. വെറുതെ എന്തിനാ വാത് കേൾക്കുന്നത്? വെറുതെ എന്തിനാ പ്രസംഗം കേൾക്കുന്നത്? എന്തിനാ നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാണ് താലീമിൽ പങ്കെടുക്കുന്നത്? അള്ളാന്റെ അടുക്കൽ പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ വരല്ലേ? ഒന്ന് മനസ്സിലാക്കണം. അള്ളാന്റെ അടുക്കൽ പോയി നമ്മൾ യാചിക്കുന്ന 4 സന്ദർഭം ഹദീസിൽ വരുന്നത്. അള്ളാഹുവോട് പോയി പറയും നമ്മളെല്ലാം. നഅൂദുബില്ലാ, ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അല്ലാഹു. എന്താ ആമീൻ പറ, തുറക്കം വരുന്നോ? അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ.
ഉൾപ്പെടുത്തിയ പോയി, തീർന്ന് പീസായി പോയി, ഒരു രക്ഷയില്ല. അള്ളാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആ 4 രംഗം ദുആ ചെയ്യാണ് പടച്ചവനോട് രക്ഷയ്ക്ക് വേണ്ടി യാചിക്കാൻ. റബ്ബനാ അമതന സ്നതൈൻ ഫഅഹ്യൈതന സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. അല്ലാഹുവേ, നീ 2 പ്രാവശ്യം ഞങ്ങളെ ജീവിപ്പിച്ചു, 2 പ്രാവശ്യമായി ഞങ്ങളെ മരിപ്പിച്ചു. അല്ലാഹുവേ, നീ നേരത്തെ ഞങ്ങളെ മരിപ്പിച്ചു, ഇപ്പോൾ നീ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഫഅതറഫ്നാ ബിദുനൂബിനാ. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, കൊടും അപരാധം പ്രവർത്തിച്ചവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അള്ളാന്റെ അടുക്കൽ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം അല്പസമയം അല്ലാഹു തരുമ്പോൾ ആ അല്പസമയം പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ. ഫഅതറഫ്നാ ബിദുനൂബിനാ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു അല്ലാഹ്. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. ഞങ്ങളെ ഒന്ന് ഇറക്കി വിടുമോ അല്ലാഹ്, ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു പഴുതു തരുമോ അല്ലാഹ്. അല്ലാഹുവിന്റെ ആദ്യമായി നമസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, പള്ളിയുമായി ബന്ധമില്ല, ജമാഅത്ത് നമസ്കാരവുമായി പങ്കാളിയല്ല, അവർ അല്ലാഹുവിന്റെ അടുക്കൽ പോയി കെഞ്ചുന്ന രംഗമാണ് ഹദീസിൽ വരുന്നത്. റബ്ബനാ അമതന സ്നതൈൻ ഫഅഹ്യൈതന സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. എന്തേ ഇപ്പൊ നിങ്ങളിപ്പോ കിടന്ന് പൊട്ടിക്കെത്തരിക്കുന്നത്? എന്തേ നിങ്ങളിപ്പോൾ അട്ടഹസിക്കുന്നത്? നിങ്ങളെ അള്ളാഹിലേക്ക് ക്ഷണിച്ചിരുന്നില്ലേ? അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ വഹ്ദഹു, അവൻ മാത്രമേ ഉള്ളൂ, അവന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പലരും നിങ്ങളോട് പറഞ്ഞപ്പോൾ കഫർത്തും, നിങ്ങളത് നിഷേധിച്ച് തള്ളിയില്ലേ? അല്ല പറയുന്ന മറുപടി ഒന്ന് കേട്ട് മനസ്സിലാക്കി, ഇനിയെങ്കിലും തൗബ ചെയ് മനസ്സിലാക്ക്. വഹ്ദഹു കഫർതും വയുശ്റക് ബിഹി തുഅ്മിനു. ശിർക്കിന്റെ കോട്ടയിലേക്ക് പോയാൽ നിനക്ക് കുഞ്ഞുണ്ടാവും, നിനക്ക് വീട് വെക്കാൻ പറ്റും, നിനക്ക് നിന്റെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്ന് ശിർക്കിന്റെ വഴികളിലേക്ക് നിന്നെ തെളിച്ചു വിട്ടപ്പോൾ തുഅ്മിനു, നീ അത് വിശ്വസിച്ചു. ഇപ്പോൾ അന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, നീ ഒരു തെറ്റിലേക്ക് വീണാൽ അതിനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു എങ്കിൽ ഓർത്തോ, ഫൽ ഹുക്മു ലില്ലാഹ്. ഇന്നത്തെ രാജാധികാരം എനിക്ക് മാത്രമാണ്, എനിക്കല്ലാതെ ഇവിടെ ചലിക്കാൻ ആർക്കും അനുവാദമില്ല. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ മറുപടി. വീണ്ടും രണ്ടാമത്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം കണ്ടു അല്ലാഹ്. അബ്സർന, ഞങ്ങൾക്ക് ബോധ്യമായി അല്ലാഹ്, മനസ്സിലായി അല്ലാഹ്. വസമിഅന, ഞങ്ങളിപ്പോ കേട്ടു അല്ലാഹ്. ഫർജിഅന, ഒന്ന് റിട്ടേൺ അടിക്ക് റബ്ബേ, ഒന്ന് മടക്ക് റബ്ബേ, ഒരു ചാൻസ് താ റബ്ബേ. നഅമൽ സാലിഹ, ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാം അല്ലാഹ്. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തിക്കൊള്ളാം അല്ലാഹ്. സദഖകൾ ചെയ്യാം അല്ലാഹ്. സകാത്ത് വാരിക്കോരി കൊടുത്തോളാം അല്ലാഹ്. അമ്പര ചുംബികളായ കൊട്ടാരങ്ങളിൽ വെക്കില്ല അല്ലാഹ്. നഅമൽ സാലിഹൻ, സുഹൃതങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഇന്നാ മൂഖിനൂൻ, ഉറപ്പിച്ചു പറയുന്നു അല്ലാഹ്, ഉറപ്പിച്ചു പറയുന്നു അല്ലാഹ്, തറപ്പിച്ചു പറയുന്നു അല്ലാഹ്. പടച്ച തമ്പുരാനോട്, അല്ലാഹുവിനോട് കെഞ്ചി പറയുമ്പോ പടച്ചവന്റെ മറുപടി അല്ലാഹ് പരിഹസിച്ചുകൊണ്ട് ഫദൂഖൂ ബിമാ നസീതും ലിഖാ
യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദ് ബിമാ കുൻതും തഅമലൂൻ. ആരുമില്ല പടച്ചവന്റെ മുന്നിൽ രണ്ടാമത് കെഞ്ചി യാചിക്കുമ്പോ അള്ളാന്റെ മറുപടി പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയും, രുചിക്കടാ ബിമാനസീത്തും, നീ മറന്നതിന്റെ ഫലമായി രുചിക്കടാ, നീ മറന്നതിന്റെ കാരണമായി രുചിക്കടാ. യൗമികും ഹാദാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പലരും മൈക്ക് കെട്ടി നിന്നോട് പറഞ്ഞിട്ട് നീ അത് തിരസ്കരിച്ചവനല്ലേ, നിഷേധിച്ചവനല്ലേ? നോക്കൂ, നീ രുചിച്ചോ, അന്ന് നീ എന്നെ മറന്നെങ്കിൽ ഇന്നാനസീനാക്കും, ഇപ്പോൾ നാം നിങ്ങളെ മറന്നിരിക്കുന്നു. ഫദൂഖൂ അദാബൽ ഖുൽദ്, നിത്യമായ നരകത്തിലേക്ക് പോയിക്കോ. ബിമാ കുൻതും തഅമലൂൻ, നീ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിത്യമായി നീ നരകത്തിലേക്ക് പോയിക്കോ. ഇപ്പൊ എനിക്ക് നിങ്ങളെ അറിയേയില്ല. അല്ലാഹു പറയാണ്, ഇന്നാ നസീനാക്കും, ഞാൻ നിങ്ങളെ മറന്നു. പിന്നെയും രക്ഷയ്ക്ക് വേണ്ടി യാചിക്കും. നമ്മളൊരു കേസ് ഫയൽ സ്വീകരിച്ചു, ഔട്ടായി പോയി, കൊടുക്കൂലേ വീണ്ടും അപ്പീല്, പിന്നെ ഔട്ടായി, പിന്നെയും കൊടുക്കൂലേ? കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, അവിടുന്ന് സുപ്രീം കോടതി, എത്രത്തോളമെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇവിടെ ദുനിയാവിൽ വാദിക്കുമെങ്കിൽ ഇതേപോലെ നാളെ ആഖിറത്തിൽ നീ വാദിക്കും. മൂന്നാമത് വീണ്ടും നീ യാചിക്കുകയാണ് അല്ലാഹുവിന്റെ മുന്നിൽ. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, ഒന്നിറക്കിത്ത ഒരു ചാൻസ് കൊടുത്ത, ഇനി ഞങ്ങൾ ചെയ്യാത്ത എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം, എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ അള്ളാന്റെ മറുപടി, മൂന്നാമത് അള്ളാന്റെ മറുപടി, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. മഴ പെയ്യുന്നു, മഴ പെയ്യട്ടെ, അൽഹംദുലില്ലാ. നാളെ ആഖിറത്തിൽ രക്ഷപ്പെട്ട് അവിടെ മഴ പെയ്താൽ ഓടുവോ? നിർത്താൻ പോവാണ്, വിശപ്പടിക്കുന്നതായിരിക്കും. നരകത്തിൽ പോകുന്നുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടി നസീഹത്ത് കൊണ്ടൊരു ഗുണം കിട്ടിയാൽ അൽഹംദുലില്ലാ. അതൊന്നും പറയല്ലേ ഉസ്താദ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾക്ക് നല്ലപോലെ നടക്കേണ്ടി വരും. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മഴയൊന്നും ഇൻഷാ അല്ലാഹ് പെയ്യുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ, നാലാമത്തെ ദുആ കഴിഞ്ഞിട്ടേ പെയ്യുള്ളൂ. ഇതിനെ ഇങ്ങോട്ട് വിളിച്ചത് പ്രസംഗിക്കണമെന്ന് കേട്ട് മനസ്സിലാക്കണ്ടേ? വേണ്ടേ? നിർത്തിയേക്കട്ടെ, രണ്ട് ദുആ കണ്ടു. ആഖിറത്തിൽ യാചിക്കുകയാണ്, ഖുർആൻ യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അള്ളാന്റെ അടുക്കൽ ഒരു ചാൻസിന് വേണ്ടി കെഞ്ചുന്ന രംഗം. മൂന്നാമത് കെഞ്ചുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലേടാ, നിനക്ക് ഞാൻ സമയം തന്നില്ലേ? അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് ഞാൻ ആയുസ് കൂട്ടി തന്നില്ലേ? മാ യതദക്കറു ഫീഹി, ചിന്തിക്കാൻ. മൻ തദക്കറ വജാഅകുമുൻ നദീർ. എത്ര പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നു, എത്ര സഹാബത്ത് വന്നു, എത്ര മൗലിയമാര് വന്നു, എത്ര പ്രബോധകർ വന്നു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ? പിന്നെന്തിനാ എന്നോട് ഇപ്പോൾ യാചിക്കുന്നത്? എന്നെ കുറിച്ച് പറയാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ശരിയാണോ? ഓക്കെ, ശരിയാണ് എന്ന് സമ്മതിക്കുന്ന നാലാമത്തെ യാചന. അതോടെ പറഞ്ഞ നിർത്തും. ഇവരിങ്ങനെ വന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒന്ന് ചെറിയ ഒരു സഹായങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാ വലിയ ഉപകാരം. ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ദുആയിൽ നമ്മുടെ ഈ സദഖയുടെ ദുആയും കൂടെ അല്ലാഹ് ഖബൂലാക്കും ഇൻഷാ അല്ലാഹ്. ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി കെഞ്ചുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. പടച്ചവനെ, ഈ കൂട്ടരിൽ ഞങ്ങളെ പെടുത്തരുത്. അതുകൊണ്ട് യാ അല്ലാഹു, ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ നാലാമത്തെ ദുആ ചെയ്യുന്നതിന് മുമ്പ് അവസാനം അല്ലാഹ് കടുപ്പമായ ഒരു വാക്ക് പറയും. ആ വാക്കോടുകൂടി അല്ലാഹു തആല ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ,
സഹോദരന്മാരെ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ സുഹൃത്തുക്കൾ ത്യാഗം സഹിച്ച് ത്യാഗം ചെയ്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അണിനിരത്തി നിങ്ങൾക്ക് വേണ്ട നസീഹത്തുകൾ ചെയ്യിക്കാൻ വേണ്ടി ഒരു പറ്റം യുവാക്കൾ ഇവിടെ തയ്യാറെടുത്ത് അള്ളാഹു അവർക്ക് അനുകൂലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറം അവർക്ക് അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രവർത്തനത്തെ സാലിഹായ കർമ്മമാക്കി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ ഓട്ടവും അവരുടെ എല്ലാ പരിശ്രമങ്ങളും ഒരു സാലിഹായ കർമ്മമാക്കി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ ഈ ചെറിയ സംഘടനയുടെ പേരിൽ, അവരുടെ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിന്, ഈ നാട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക്, മയ്യത്തിന് കഫൻ തുണി വാങ്ങൽ, ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, നന്മയ്ക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാൻ അവരൊരു ചെറിയ സദഖ നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സദഖയും കൂടെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ചോദിക്കാം, യാ അല്ലാഹ്, ഞങ്ങളുടെ റൂഹ് നീ പിടിക്കുമ്പോൾ അള്ളാഹുവെ നല്ല നിലയിൽ പിടിക്കണേ. ഖബർ പറയുന്ന രംഗവും ആ ബാക്കിയുള്ള ആയിഷാബി പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ പറയുന്നില്ല. ഖബറിനകത്ത് കിടക്കുന്ന ശിക്ഷകൾ അനുഭവിക്കുന്ന ആ രംഗം റസൂൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയാണ്, ഖബറിൽ നിങ്ങൾ വേദനിക്കുന്നത് ഞാൻ കാണുന്ന സഹാബത്തെ, ഞാൻ കാണുന്ന സഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്നിട്ട് 4 ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. റസൂൽ പഠിപ്പിച്ച, എന്തായാലും എന്റെ ഈ വർഷത്തെ പ്രഭാഷണത്തിന്റെ നാളെയും കൂടെ ആവുമ്പോ ഇത്തിരി സമാധാനമായി, അൽഹംദുലില്ലാഹ്. അതും കൂടെ ഒന്ന് ദുആ ഒന്ന് പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക് പോകാം. സഹാബാക്കൾ പറയാണ്, കാന നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യുഅല്ലിമു ഹാദ ദുആ, ഞങ്ങൾക്ക് യുഅല്ലിമുന ഹാദ ദുആ, ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കമാ യുഅല്ലിമു സൂറത മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സൂറത്ത് റസൂലുള്ളാഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ഈ ദുആ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഹദീസിൽ കാണാം. അത് ഏത് ദുആ? റസൂലുള്ളാഹി പഠിപ്പിച്ച 4 ദുആ. അത് നിങ്ങൾ ചെയ്യണം, എങ്കിൽ ഖബറിൽ നിന്ന് രക്ഷ കിട്ടും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാം. ഒരു 50 പേര് 1000 രൂപ വെച്ച് പറഞ്ഞ 50,000 അല്ലേ? എളുപ്പം എന്നുള്ളൊരു പരിപാടിയാണ്. നല്ല ഈ പരിശുദ്ധമായ സദസ്സിൽ ഈ ബർക്കത്തായ സദസ്സിൽ ആ പൈസ നഷ്ടപ്പെടുത്തുകയില്ല അവർ. അൽഹംദുലില്ലാഹ്, നിങ്ങളിപ്പോ ഒന്ന് വാഗ്ദാനം ചെയ്താൽ അവരത് വാങ്ങിക്കോളും. ഒരു നന്മയ്ക്ക്, പണ്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ സംഘടനയൊക്കെ രൂപീകരിച്ച് അൽഹംദുലില്ലാഹ് നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അൽഹംദുലില്ലാഹ് നടക്കും. അതിന്റെയൊക്കെ ഒരു ഭാഗമാണിത്. എന്റെ സുഹൃത്തുക്കളെ, നമ്മൾ വിജ്ഞാനത്തിന്റെ സദസ്സിലാണ്. നിങ്ങളെക്കാട്ടിലും ക്ഷീണിതനാണ് ഞാൻ. നിങ്ങളിപ്പോ ഒരു പക്ഷേ ആഹാരം കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. വിശന്നു വന്നതാണ്, വെള്ളം കുടിച്ചിട്ട് കയറി. നിങ്ങളും വിശന്നിരിക്കുന്നു, ഞാനും വിശന്നിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഒന്ന് പെട്ടെന്ന് ഈ പരിശുദ്ധമായ സദസ്സിൽ അൽഹംദുലില്ലാഹ് ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂടുതൽ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ, പിരിപ്പിക്കാതെ ഒന്ന് ഓരോരുത്തർ 1000 രൂപ എഴുന്നേറ്റൊന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകരെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവരൊന്ന് അവരുടെ അടുക്കൽ ഒരു ചെറിയ ഏട് കാണും, അതിനകത്ത് നിങ്ങളൊന്ന് പറഞ്ഞാൽ അത് അവർ പിന്നീട് നിങ്ങൾ സൗകര്യം പോലെ കൊടുത്താൽ മതി. സദഖയാണ് അത്. പാവപ്പെട്ടവർക്കും അർഹമായവർക്കും അർഹതയുള്ളവർക്കും വേണ്ടി കൊടുക്കും. ഇതിന്റെ ചെലവിനൊക്കെ അവർ സ്വന്തമായി പൈസ എടുത്താണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ഒന്ന് നിയത്ത് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ദുആ ഒന്ന് പഠിപ്പിച്ചു തരണം. ഈ 4ാമത്തെ നമ്മൾ അവിടെ യാചിക്കാൻ പോകുന്ന ആ രംഗവും ഒന്ന് പറയണം. ശേഷം നമുക്ക് ഈ മുബാറക്കായ മജ്ലിസിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ വേളയിൽ നമുക്ക് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിയാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഴ വരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين. اللهم بارك لنا في شعبان وبلغنا رمضان. اللهم وفقنا للقيام والصيام وتلاوة القرآن على الوجه الذي يرضيك عنا يا رب العالمين. റഹ്മുർ-റഹീമായ അല്ലാഹുവേ, കരുണയുള്ള തമ്പുരാനെ, ഖാദിറായ അല്ലാഹ്, മാലിക്കായ അല്ലാഹ്, റഊഫായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, നിന്നോട് ചോദിക്കുന്നു അല്ലാഹുവേ. മറ്റാരോട് ചോദിക്കാനാണ് അല്ലാഹുവേ? ആരോട് ചോദിച്ചാൽ കിട്ടും അല്ലാഹുവേ? നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു യാ അല്ലാഹ്. നാളെ നിന്റെ മുന്നിൽ വന്ന് യാചിക്കുന്ന ഗതികേട് വരുത്തല്ലേ അല്ലാഹുവേ. ഇപ്പോൾ യാചിക്കുന്നു അല്ലാഹുവേ. ഞങ്ങളുടെ വിവരമില്ലായ്മയുടെ വരെ പലതും ചെയ്തു പോയി അല്ലാഹ്. നീ പൊറുത്തുക അല്ലാഹ്, നീ പൊരുത്തപ്പെട്ടത അല്ലാഹ്. ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാഹുവേ. യാ അല്ലാഹുവേ, ഞങ്ങളോട് നീ പൊറുക്കണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. ദുനിയാവിൽ വെച്ച് മാത്രമേ ഞങ്ങൾക്ക് അവർക്ക് വലുത് ചെയ്യാൻ
ചെയ്യാൻ കഴിയുമല്ല. ഈ പള്ളിക്കാട്ടിൽ അല്ലാഹുവേ കൂരിരുട്ടിൽ ഇരുണ്ട തുരുത്തിൽ കഴിയുകയാണ് തമ്പുരാനെ. യാ അല്ലാഹ് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്, ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ലോകത്തിന്റെ നാനാഭാഗത്ത് മരണപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ, അവരുടെ മണ്ണറയെ മണിയറയാക്കണേ അല്ലാഹ്, മണ്ണറയെ മണിയറയാക്കണേ അല്ലാഹ്, മണ്ണറയെ മണിയറയാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ജീവിച്ചിരിക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്, മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹുവേ. അവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. നരകത്തിന്റെ കാര്യം പറഞ്ഞു റബ്ബേ, കേട്ടു റബ്ബേ. ഖബറിന്റെ കാര്യം പറഞ്ഞു റബ്ബേ, കേട്ടു റബ്ബേ. ഞെരുക്കിപ്പിക്കല്ലേ അല്ലാഹ്, ഖബർ ഞങ്ങളെ ഞെരുക്കല്ലേ അല്ലാഹ്, തീ കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാഹ്, നൂറ് കൊണ്ട് നിറക്കണേ അല്ലാഹ്. യാ അല്ലാഹ് നിന്നോട് തൗബ ചെയ്യുന്നു അല്ലാഹുവേ. ഞങ്ങൾ നമസ്കാരമില്ലാത്തവരായിരുന്നു യാ അല്ലാഹ്, ഇനി മുതൽ ഞങ്ങൾ അനുസരിക്കുന്നു അല്ലാഹുവേ. അനുസരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്, ജമാഅത്തായി നമസ്കരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്, ജമാഅത്തായി നമസ്കരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്, അവ്വൽ തക്ബീറോടെ നമസ്കരിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. ഒരുപാട് പേര് രോഗികളുണ്ട് യാ അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് യാ അല്ലാഹുവേ. കുഞ്ഞുങ്ങൾ രോഗികളായി കിടക്കുന്നവരുണ്ട് റബ്ബേ, വീട്ടിലും ആശുപത്രികളിൽ രോഗികളായി തളർന്നു കിടക്കുന്നവരുണ്ട് യാ അല്ലാഹ്, അത്യസന്ന നിലയിൽ കിടക്കുന്നവരുണ്ട് യാ അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റാരോട് ചോദിക്കാൻ യാ അല്ലാഹ് ഒരു ഡോക്ടറിനോ ഒരു മരുന്നിനോ കഴിവില്ല യാ അല്ലാഹ്. ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ് നിന്നോട് യാചിക്കുന്നു അല്ലാഹ്. അവരുടെ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ രോഗങ്ങളെ തൊട്ട് വിശിഷ്യ ഈ പരിശുദ്ധമായ സദസ്സിൽ സദഖകൾ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചവരുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായ ഒരു കുഞ്ഞുകാല് കാണാത്തവരുണ്ട് യാ അല്ലാഹ്, അതിനുള്ള വഴികൾ നീ അവർക്ക് എളുപ്പമാക്കി കൊടുക്കു തമ്പുരാനെ. അവരുടെ രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല, അപകടങ്ങളെ തൊട്ട് കാക്കണമല്ല, പന്നിപ്പനിയെ തൊട്ടും ഡെങ്കിപ്പനിയെ തൊട്ടും ജപ്പാൻ പനിയെ തൊട്ടും കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാ. കടക്കാരിക്കൂട്ടത്തിലുണ്ടല്ലാ, കടക്കാരുണ്ടല്ലാ, വീട് പണയത്തിലായവരുണ്ടല്ലാ, പലിശയ്ക്ക് എടുത്തിട്ട് മടക്കി കൊടുത്തുകൊണ്ട് പടച്ചവരെ സമ്പത്തിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹതഭാഗ്യരിക്കൂട്ടത്തിലുണ്ടല്ലാ. ഒരു സമയത്ത് ഞങ്ങൾ ചെയ്തു പോയതാണ് നാഥാ, പശ്ചാത്തപിക്കുന്നുവല്ല. കടക്കണിയിൽ പെട്ടവരെ രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അവരുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു രൂപയുടെ കടം പോലുമില്ലാതെ പരിപൂർണമായ കടങ്ങളെല്ലാം വീട്ടപ്പെട്ട അവസ്ഥയിൽ അവിടെ മയ്യത്ത് നീ പള്ളിയിലേക്ക് കൊണ്ടുവരണേ അല്ലാ. ഗൾഫിൽ ജോലി ചെയ്യുന്ന മക്കൾ, സഹോദരങ്ങൾ, യാ അല്ലാഹുവേ അവരുടെ ഗൾഫ് ജീവിതം നീ സുഗമമാക്കണമേ തമ്പുരാനെ. ഗൾഫിന്റെ എല്ലാ അവസ്ഥകളും അനുകൂലമാക്കി കൊടുക്കു തമ്പുരാനെ. അതിലൂടെ കടങ്ങൾക്ക് പരിഹാരം കാണണേ അല്ലാ. രോഗികളായ സഹോദരങ്ങൾ ഈ വിനീതന്റെ കൈക്ക് പിടിച്ച് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു. ഒരുപാട് പേര് സദഖകൾ ഇവിടെ വെച്ച് നൽകി. രഹസ്യമായി ചെയ്തവരും ശാരീരികമായി സാമ്പത്തികമായി ഈ പരിപാടിയോട് സഹകരിച്ചവരും, അല്ലാഹുവേ ഇതിനു വേണ്ടി ഓടി നടന്ന യുവാക്കൾ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ, ഇതിനു വേണ്ടി പല കാര്യങ്ങൾ സ്പോൺസർ ചെയ്ത് ഏറ്റവർ, ഇവിടെ വന്ന് പ്രസംഗിച്ച ഉസ്താദുമാർക്ക് ആഹാരം കൊടുത്തവർ, യാ അല്ലാഹുവേ ഇവരെ എല്ലാം നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു നാഥാ. അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് അർഹമായ കൂലി നൽകണേ അല്ലാ. അവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ എല്ലാ ഇടപാടുകളും ഖൈറായ ഇടപാടുകളാക്കി അനുഗ്രഹിക്കണേ അല്ലാ. ആലിമീങ്ങളായ ഞങ്ങളെ അല്ലാഹുവേ ഉഖറവിയായ പണ്ഡിതന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ കരുണയുള്ള അല്ലാഹുവേ, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, ഇൽമ വിറ്റ് ജീവിക്കുന്ന ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്തവരും, അല്ലാഹുവേ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവരും, അതിനുവേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവരും, അതിന് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നവരും ഒക്കെയുണ്ട് അല്ലാഹുവേ. യാ അല്ലാഹ് അവരുടെ യാത്ര എളുപ്പമാക്കുകയും ആ ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അല്ലാഹ്. ആരുടെയെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, അവരുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും ദൃശ്യങ്ങളും അദൃശ്യങ്ങളും എല്ലാം അറിയുന്ന കോനെ അവരുടെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്.
ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എല്ലാവരോടും വിനീതൻ ആത്മാർത്ഥമായ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തുകൊണ്ട് എനിക്ക് വേണ്ടി ഈ പ്രസംഗ പരിപാടി സംഘടിപ്പിച്ചവർക്ക് അഗൈതവമായ നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.